2017 മെയ് 2 ബോംബെയിലെ തന്റെ ഓഫീസിൽ കുറച്ച് ഫയലുകളുടെ മുന്നിൽ ഇരിക്കുകയാണ് ക്യാപ്റ്റൻ പ്രദീപ് ശൗര്യ ആര്യ. ക്യാപ്റ്റൻ പ്രദീപ് ശൗര്യ ആര്യ തന്റെ മുന്നിലിരിക്കുന്ന ഫയലുകൾ സദാപൂർവം ഒന്ന് വായിച്ചു നോക്കുകയാണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFന്റെ ചില രേഖകളാണ് അദ്ദേഹത്തിന് മുന്നിലിരിക്കുന്നത്. ഭീകരന്മാർക്ക് പണമെത്തുന്ന വഴികളും പണമെത്തുന്ന സ്ഥലങ്ങളും ഒക്കെയാണ് അതിനകത്ത് വിശദമായി സൂചിപ്പിച്ചിരിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള പണ ഇടപാടുകൾ നിരീക്ഷിക്കുന്ന IMF എങ്ങനെയാണ് ഭീകരരുടെ കയ്യിലേക്ക് പണം എത്തുന്നതെന്ന് വളരെ വിശദമായിട്ട് തന്നെ ആ ഡോക്യുമെന്റ്സിൽ സൂചിപ്പിക്കുകയാണ്. ഇന്ത്യൻ റവന്യൂ സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ പ്രദീപ് ശൗര്യ ആര്യ ആ ഫയലുകളിലൂടെ സശ്രദ്ധം കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ റിംഗ് ചെയ്തു. ഫോൺ എടുത്തതും മുഴക്കമുള്ള ആ ശബ്ദം ക്യാപ്റ്റൻ പ്രദീപ് ആര്യ കേട്ടു. ബെഡി പാക്ക് ചെയ്തു. ഇപ്പോൾ തന്നെ മുംബൈയിൽ നിന്ന് ദില്ലിക്ക് തിരിച്ചു. ഒരു 2 മാസം നിൽക്കാൻ റെഡിയായി പോവാ. ഡീറ്റെയിൽസ് വഴിക്ക് വെച്ച് അറിയിക്കാം. ഇന്ത്യൻ റവന്യൂ സർവീസിലെ ആ ഉയർന്ന ഉദ്യോഗസ്ഥനായ പ്രദീപ് ശൗര്യ ആര്യ 2009 ഇന്ത്യൻ ആർമിയുടെ ടെറിട്ടോറിയൽ ആർമിയിൽ അംഗമാകുന്നത്. സാധാരണ വ്യക്തികൾക്കും സൈന്യവുമായി ബന്ധമില്ലാത്ത ആൾക്കാർക്കും സൈന്യത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിക്കുന്നത് ഈ ടെറിട്ടോറിയൽ ആർമി വഴിയാണ്. നമ്മുടെ മോഹൻലാല് അങ്ങനെ ടെറിട്ടോറിയൽ ആർമിയിൽ അംഗമായ വ്യക്തിയാണ്. ഇന്ത്യൻ റവന്യൂ സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ പ്രദീപ് ആര്യ 2009 ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമാകുന്നത്. അദ്ദേഹത്തിന്റെ കമാൻഡിംഗ് ഓഫീസറായ കേണലാണ് എത്രയും പെട്ടെന്ന് മുംബൈയിൽ നിന്ന് ദില്ലി വഴി ശ്രീനഗറിലെത്താൻ ക്യാപ്റ്റൻ പ്രദീപ് ശൗര്യ ആര്യയോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തെ വിളിച്ച കേണൽ ഇന്ത്യ പാക് അതിർത്തിയിലെ ഉറി സെക്ടറിലെ സ്പെഷ്യൽ പാരാഫോഴ്സിന്റെ തലവനാണ്. ആ 10th പാരാഫോഴ്സിന്റെ കമാൻഡിംഗ് ഓഫീസറാണ്. അദ്ദേഹമാണ് പ്രദീപിനോട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ഉറി സെക്ഷൻ സകലരും ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ്. ശരിക്കും ഒളറ്റയിൽ എന്ന് പറയാവുന്ന ഒരു മേഖലയാണ്. എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടക്കാൻ സാധ്യതയുള്ള ഒരു മേഖല. ആ മേഖലയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിയന്ത്രണ രേഖ കടന്നു വന്ന പാക് ഭീകരർ നടത്തിയ ആക്രമണം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഉറിയിലെ സൈനിക ക്യാമ്പിലേക്ക് നുഴഞ്ഞു കയറിയ ആ ഭീകരർ അന്ന് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നമ്മുടെ 19 ധീര ജവാന്മാരാണ്. പക്ഷെ ആ ആക്രമണത്തിനെ ഇന്ത്യ അതിശക്തമായി തിരിച്ചടിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 2016 സെപ്റ്റംബർ 29 നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള ഭീകര പരിശീലന കേന്ദ്രത്തിലേക്ക് ഇന്ത്യയുടെ ധീര ജവാന്മാർ നടത്തിയ ആ സ്ട്രൈക്ക് ഉറി സർജിക്കൽ സ്ട്രൈക്ക് എന്ന് അറിയപ്പെടുന്നത്. ആ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാന് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. അവരുടെ ക്യാമ്പിൽ ഉണ്ടായിരുന്ന 36 ഭീകരരും 2 പാക് സൈനിക ഉദ്യോഗസ്ഥരുമാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഉറിയിലെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാക്കിയ ആ ഷോക്ക് മറികടക്കാനായി പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും നുഴഞ്ഞുകയറ്റം സംഘടിപ്പിക്കുമെന്നും ഇന്ത്യൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തുമെന്നും ഏതാണ്ട് ഉറച്ച കാര്യമാണ്. അതുമായി ബന്ധിപ്പിച്ച് എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കമാൻഡിംഗ് ഓഫീസർ കൂടിയായ കേണൽ തന്നെ അങ്ങോട്ട് വിളിക്കുന്നതെന്ന് കോൾ വന്നപ്പോൾ തന്നെ ക്യാപ്റ്റൻ പ്രദീപിന് തോന്നി. കമാൻഡിംഗ് ഓഫീസറായ കേണൽ പ്രദീപിനെ വിളിച്ചു പറഞ്ഞ ഉടൻ പ്രദീപിന് മുംബൈയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പറക്കാൻ പറ്റില്ല. അതിന് അദ്ദേഹത്തിന്റെ മേലധികാരിയുടെ അനുവാദം വേണം. അതെ, പ്രദീപ് വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ റവന്യൂ സർവീസിലാണ്, IRS ടാക്സേഷൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണറാണ് ആ സമയത്ത് പ്രദീപ്. 2009 മുതലേ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമായി വർക്ക് ചെയ്യുകയാണെങ്കിലും ഇപ്പോ പ്രദീപ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഫയലുമായി കണക്ട് ചെയ്ത സംഭവം ഉണ്ടാകുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫിന്റെ ആവശ്യപ്രകാരമാണ് യഥാർത്ഥത്തിൽ IMFുമായി ബന്ധപ്പെട്ട ആ രേഖകൾ ഈ കഴിഞ്ഞ കുറെ മാസങ്ങളായി ക്യാപ്റ്റൻ പ്രദീപ് മോണിറ്റർ ചെയ്യുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി വടക്ക് കിഴക്കൻ മേഖലയിലും അതുപോലെ പാകിസ്ഥാൻ കാശ്മീർ മേഖലയിലുമൊക്കെ ധാരാളം ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാറുണ്ട്. ആ ഭീകരർക്ക് ആവശ്യമായ പണം എവിടെ നിന്ന് വരുന്നു, എങ്ങനെയാണ് അവരുടെ കയ്യിലേക്ക് പണം എത്തുന്നത്, ആ പണത്തിന്റെ പിന്നിലെ സോഴ്സ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരു പഠനം നടത്താനാണ് പ്രദീപിനോട് ആർമി ചീഫ് ആവശ്യപ്പെട്ടിരുന്നത്. ആ പഠനമാണ് പ്രദീപ് സമഗ്രമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രദീപ് ആ പേപ്പേഴ്സ് പെട്ടെന്ന് തന്നെ അടുക്കിപ്പിറക്കി അദ്ദേഹത്തിന്റെ മേശവലിപ്പിലേക്ക് വെച്ച് മേശ പൂട്ടി. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മേലധികാരിയുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങേണ്ടിയിരിക്കുന്നു. പ്രദീപ് ഉടൻ തന്നെ മേലധികാരിയായ ശരൺജിത്ത് ഗുലാത്തിയുടെ അടുത്തെത്തി. അദ്ദേഹമാണ് ഇൻകം ടാക്സ് കമ്മീഷണർ. ഇൻകം ടാക്സ് കമ്മീഷണറോട്
തനിക്ക് 2 മാസത്തെ ലീവ് വേണമെന്ന് പ്രദീപ് ആവശ്യപ്പെട്ടപ്പോ ഗുലാട്ടി പ്രദീപിനോട് ചോദിച്ചു, പ്രദീപ് ഇത് എന്താ ഈ കാണിക്കുന്നത്? ഇവിടെ ഒത്തിരി ജോലി ഉള്ളപ്പോ ഇങ്ങനെ മാസം തോറും ലീവ് എടുത്ത് സൈന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ശരിയാണോ? അത് കേട്ടതും പ്രദീപ് ഗുലാട്ടിയോട് പറഞ്ഞു, സർ എന്നെ അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് അവർക്ക് എന്നെ കൊണ്ട് എന്തോ കാര്യമുള്ളത് കൊണ്ടാണ്. മിസ്റ്റർ പ്രദീപ്, നിങ്ങൾക്ക് ഈ സൈന്യത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെങ്കിൽ അതിന് ശ്രമിക്കുന്നതായിരുന്നില്ലേ നല്ലത്? ചരൺജിത്ത് ഗുലാട്ടിയുടെ ആ ചോദ്യം കേട്ടപ്പോ പ്രദീപ് ഒന്ന് ചിരിച്ചു. പ്രദീപ് 40 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. സൈന്യത്തിൽ ചേരാൻ പറ്റുന്ന പ്രായമല്ല. പക്ഷെ സൈന്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാനുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് 2009 മുതലേ ടെറിട്ടോറിയൽ ആർമിയുടെ പാർട്ടായിട്ട് പ്രദീപ് പ്രവർത്തിക്കുന്നത്. ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമാകുന്ന ഏവർക്കും 2 മാസത്തെ പരിശീലനം ലഭിക്കും. പലരും പരിശീലനത്തെ അത്ര സീരിയസ് ആയി കാണാറില്ലെങ്കിലും പ്രദീപ് ആ പരിശീലനത്തിൽ സാധാരണ പട്ടാള ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന അതേ തീവ്രതയോടുകൂടി അതേ ശൈലിയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ആ സമയത്ത് പ്രദീപ് ശരിക്കും ഒരു പട്ടാളക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പട്ടാളത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ പോയേ പറ്റൂ എന്ന ശൈലിയിൽ പ്രദീപ് അയാളുടെ കമ്മീഷണർ ചരൺജിത്ത് ഗുലാട്ടിയോട് കാര്യങ്ങൾ പറയുകയാണ്. പ്രദീപിന്റെ ആ ഒരു സ്വഭാവം അറിയാവുന്നത് കൊണ്ട് അവസാനം ഗുലാട്ടി സമ്മതിച്ചു. നീ എന്നാ പോകുന്നത്? സർ, നാളെ ഉച്ചയ്ക്ക് തന്നെ പോവുകയാണ്. അവന്റെ കമാൻഡിംഗ് ഓഫീസർ കേണൽ വിളിച്ചു പറഞ്ഞ ഉടൻ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ പ്രദീപ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. കമ്മീഷണർ ലീവ് സാങ്ഷൻ ആക്കിയതും പ്രദീപ് ഭാര്യ ദീപ ആര്യയെ വിളിച്ചു. ദീപയും 2 കുട്ടികളും ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിലുള്ള ഭാര്യ ദീപ വിളിച്ച് താൻ കാശ്മീരിലേക്ക് പോകുന്ന കാര്യം അറിയിച്ചതിന് ശേഷം മുംബൈയിൽ നിന്ന് പ്രദീപ് ദില്ലിയിലേക്ക് തിരിച്ചു. ദില്ലിയിലേക്കുള്ള ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ പ്രദീപിന്റെ മനസ്സിൽ ആ ചോദ്യമാണ് വരുന്നത്, എന്തിനാണ് അടിയന്തരമായി കമാൻഡിംഗ് ഓഫീസർ പ്രദീപിനെ ആ സ്പെഷ്യൽ ഫോഴ്സിന്റെ ബേസിലേക്ക് വിളിച്ചു വരുത്തുന്നത്? അടിയന്തരമായി പ്രദീപിനെ ബേസിലേക്ക് വിളിച്ചു വരുത്താനുള്ള കാരണത്തെക്കുറിച്ച് പ്രദീപ് കമാൻഡിംഗ് ഓഫീസറോട് ചോദിച്ചപ്പോൾ കമാൻഡിംഗ് ഓഫീസർ പ്രദീപിനോട് പറഞ്ഞത് നേരിൽ കാണുമ്പോൾ പറയാമെന്നാണ്. എന്തായിരിക്കാം ആ കാരണം? ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ അതാണ് പ്രദീപിന്റെ ചിന്ത. ദില്ലിയിൽ എത്തിയതും കണക്ഷൻ ഫ്ലൈറ്റ് റെഡിയാണ്. അതിൽ പ്രദീപ് ശ്രീനഗറിലെത്തി. പ്രദീപ് അംഗമായിട്ടുള്ള സ്പെഷ്യൽ ഫോഴ്സിന്റെ ഡ്യൂട്ടി പാകിസ്ഥാന് യഥാസമയം തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള പാകിസ്ഥാന്റെ ക്യാമ്പുകളിൽ നിന്ന് അതിർത്തി കടന്നെത്തുന്ന ഭീകരരെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് ഈ സ്പെഷ്യൽ ഫോഴ്സിന്റെ ജോലിയാണ്. ആ ടീമിന്റെ ഭാഗമാകാൻ പ്രദീപിന് താല്പര്യം തോന്നിയതും അതുകൊണ്ടാണ്. 24 മണിക്കൂറും യുദ്ധസന്നരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ, അതാണ് ആ സ്പെഷ്യൽ ടീമിന്റെ പ്രത്യേകത. ആ ടീമിന്റെ ഭാഗമാകുമ്പോൾ ഒരു വല്ലാത്ത ഊർജം പ്രദീപിനും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അവന്റെ കമാൻഡിംഗ് ഓഫീസർ കേണൽ വിളിച്ചു പറഞ്ഞ ഉടൻ തന്നെ ലീവ് എടുത്ത് പ്രദീപ് ഉറിയിലേക്ക് വരുന്നത്. ശ്രീനഗറിൽ നിന്ന് ഉറിയിലേക്ക് ക്യാപ്റ്റൻ പ്രദീപ് എത്തുമ്പോൾ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. സാധാരണ 1 മാസത്തേക്കെന്ന് പറഞ്ഞാണ് പ്രദീപിനെ വിളിക്കാറുള്ളത്. ഇപ്രാവശ്യം കേണൽ 2 മാസം അവിടെ തങ്ങണമെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും 2 മാസം ലീവ് എടുക്കണമെന്ന് കേണൽ പറഞ്ഞത്? അങ്ങനെ ഒരു ചോദ്യവും ഇപ്പോ പ്രദീപിന്റെ മനസ്സിലുണ്ട്. ഉറിയിലെ ബേസ് ക്യാമ്പിൽ പ്രദീപ് എത്തുമ്പോൾ ആ പരിചയമുള്ള മുഖങ്ങളൊക്കെ പ്രദീപിന്റെ അടുത്തേക്ക് വന്നു. മുടി നീട്ടി വളർത്തിയ താടിയൊക്കെ ഉള്ള കമാൻഡോസ്. സാധാരണ പട്ടാളത്തിൽ നമ്മൾ ആ ശൈലിയിലുള്ള ആളുകളെ കാണാറില്ല. പക്ഷെ ഇവിടെ ആ ശൈലിയിലുള്ള ആളുകളെ കാണാം. ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകാൻ വേണ്ടി കൂടിയാണ് അവർ ആ ശൈലിയിൽ മുടി വളർത്തുന്നതും താടി വളർത്തുന്നതും ഒക്കെ. പ്രദീപിനെ കണ്ടുടൻ അവർ ചോദിക്കുകയും ചെയ്തു, ഏയ് പ്രദീപ്, എന്താ താമസിച്ച്? ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ മറ്റേ ക്യാമ്പിലൊന്നും ഇറങ്ങി. പ്രദീപ് അംഗമായി ടെറിട്ടോറിയൽ ആർമി കണക്ട് ചെയ്തിരിക്കുന്നത് 106 ഇൻഫൻട്രി ബറ്റാലിയനുമായിട്ടാണ്. ആ ബറ്റാലിയന്റെ ബേസ് ക്യാമ്പിലാണ് വരുന്ന വഴിക്ക് പ്രദീപ് ഒന്ന് കയറിയത്. അത് കേട്ടതും പ്രദീപിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി പ്രദീപിനോട് പറഞ്ഞു, ഓക്കെ, നമ്മുടെ കമാൻഡിംഗ് ഓഫീസർ ഉദംപൂരിൽ പോയിരിക്കുകയാണ്, അത് ഏത് നിമിഷവും മടങ്ങിയെത്താം. അതിർത്തിയിലുള്ള എല്ലാ സൈനിക പരിപാടികളെയും നിയന്ത്രിക്കുന്നത് ഉദംപൂരിൽ നിന്നാണ്. അതിർത്തി കാക്കാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ടീമുകളുടെയും കമാൻഡിംഗ് ഓഫീസേഴ്സ് അവരവരുടെ സെക്ഷനിലെ കാര്യങ്ങൾ കൃത്യമായും ഉദംപൂരിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അവിടെ ആ സമയത്ത് സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും. ആ ടീമാണ് അടുത്ത 1 മാസത്തേക്കുള്ള അതിർത്തിയിലെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഒക്കെ ഉള്ള ഒരു തീരുമാനമെടുക്കുന്നത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് 1 മാസം മുന്നോട്ട് പോവുക. ഉദംപൂരിൽ പോയിരിക്കുന്ന കേണൽ ഉടൻ തന്നെ മടങ്ങി വരുമെന്ന് സഹപ്രവർത്തകർ പറയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ വാഹനം വരുന്ന ശബ്ദം പ്രദീപ് കേട്ടു. സൈന്യത്തിന്റെ നോർത്തേൺ കമാൻഡാണ് ഉദംപൂരിലുള്ളത്. ആ ആസ്ഥാനത്ത് പോയിരുന്ന കമാൻഡിംഗ് ഓഫീസർ കേണൽ
അദ്ദേഹത്തിന്റെ ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ പതിവ് കാഴ്ച കാണാം. 6 അടി പൊക്കമുള്ള ആചാരബാഹുവായ ഊർജ്ജസ്വലായ കമാൻഡിംഗ് ഓഫീസർ 2016 സെപ്റ്റംബർ 29 ഇന്ത്യ നടത്തിയ ഉറി സർജിക്കൽ സ്ട്രൈക്കിൽ ശരിക്കും സജീവമായി പങ്കെടുത്ത ഒരു അസാമാന്യ പ്രതിഭയാണ്. സർജിക്കൽ സ്ട്രൈക്കിന് മുന്നേ തന്നെ അദ്ദേഹം ശരിക്കും പേരുകേട്ട ആളാണ്. വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കേണൽ പ്രദീപിനെ കണ്ടു. മിസ്റ്റർ പ്രദീപ് എത്തിയല്ലേ, വാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് കേണൽ മുന്നോട്ട് നടന്നതും പ്രദീപ് കേണലിനൊപ്പം കൂടി. കേണലും പ്രദീപും കൂടി ക്യാമ്പ് ഓഫീസിലേക്ക് നടക്കുമ്പോൾ കേണൽ പ്രദീപിനോട് പറഞ്ഞു, പ്രദീപ് നീ ശരിക്കും കൺഫ്യൂസ്ഡ് ആണല്ലേ, നിനക്ക് എന്തിനാ വിളിച്ചു വരുത്തിയെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയാം, നീ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. എന്തിനാണ് വിളിച്ചു വരുത്തിയെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം പ്രദീപിനുണ്ട്. കേണൽ ആ കാര്യം പറയാതെ ഒരു സൂചന മാത്രം കൊടുത്തിരിക്കുകയാണ്. പ്രദീപിന്റെ ഒരു ആഗ്രഹം നടക്കാൻ പോവുകയാണ്. കേണലിനോട് കൂടുതൽ ചികഞ്ഞ് ചോദിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് പ്രദീപിന് അറിയാം. പറയേണ്ട സമയത്ത് മാത്രമേ കേണൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയൂ. അതിന് ഒരു സെക്കൻഡ് മുന്നേ പോലും ആ കാര്യം കേണൽ പറയില്ല. കേണലിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ പ്രദീപിനുള്ളത് കൊണ്ട് പ്രദീപ് പിന്നീടൊന്നും ചോദിച്ചില്ല. അന്ന് രാത്രി ഡിന്നർ സമയത്താണ് കേണൽ കാര്യം പറഞ്ഞത്. പ്രദീപും കൂടെയുള്ള ആളുകളും അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. അവരോടായി കേണൽ പറഞ്ഞു, നമുക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ദിവസങ്ങളിൽ ഭീകരർ നുഴഞ്ഞു കയറുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. ആ ഇൻഫർമേഷൻ ശരിക്കും നന്നായി പഠിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഭീകരർ എന്നാണ് നുഴഞ്ഞു കയറുന്നതെന്ന് കണ്ടുപിടിക്കുകയും ആ ഭീകര ആക്രമണത്തെ തകർക്കുകയും വേണം. ഈ മിഷന്റെ ചുമതല വഹിക്കാൻ പോകുന്നത് ക്യാപ്റ്റൻ പ്രദീപാണ്. സൈന്യത്തിൽ വേറെ അനവധി ആളുകൾ ഉണ്ടെങ്കിലും ടെറിട്ടറി ആർമിയുടെ ഭാഗമായ ക്യാപ്റ്റൻ പ്രദീപിനാണ് ആ മിഷന്റെ ചുമതല കേണൽ അനുവദിച്ചു കൊടുത്തത്. സാധാരണഗതിയിൽ അസംഭവ്യമായ ഒരു കാര്യമാണ്. പക്ഷേ പ്രദീപ് 2009 മുതൽ ടെറിട്ടറിയൽ ആർമിയുടെ ഭാഗമാണ്. കഴിഞ്ഞ 7-8 വർഷം കൊണ്ട് പ്രദീപ് പരിശീലനത്തിൽ കാണിക്കുന്ന കണിശതയും കൃത്യതയും ആത്മാർത്ഥതയും സ്വാഭാവികമായിട്ടും സൈനിക നേതൃത്വം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നിർണായക നിമിഷത്തിൽ ക്യാപ്റ്റൻ പ്രദീപിന് ഒരു ടീമിനെ നയിക്കാനുള്ള അനുവാദം ഇതാ കമാൻഡിംഗ് ഓഫീസർ കൊടുക്കുന്നത്. 7-8 മാസങ്ങൾക്ക് മുമ്പ് ഉറിയിലെ സൈനിക ക്യാമ്പിലേക്ക് കടന്നു കയറിയ 4 പാക് ഭീകരന്മാർ ആ ക്യാമ്പിൽ വിതച്ച നഷ്ടം നേരിൽ കണ്ട വ്യക്തിയാണ് പ്രദീപ്. അന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് 19 ധീര ജവാന്മാരെയാണ്. ആ കാഴ്ച ഇപ്പോഴും പ്രദീപിന്റെ കണ്ണുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശൈലിയിൽ ഒരു ആക്രമണം നടത്താനായി ഇനി പാക് ഭീകരന്മാരെ അനുവദിക്കാൻ പാടില്ല എന്നും പ്രദീപിന് അറിയാം. ഒരു കാരണവശാലും അത്തരൊരു ആക്രമണം നടക്കാൻ പാടില്ല. അതിനു മുമ്പ് ആ ഭീകരന്മാരെ കൊന്നിരിക്കണം. ഇവിടെ ഇതാ പാക് ഭീകരന്മാർ ഇന്ത്യക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഇപ്പോ മിലിറ്ററിയുടെ കൈവശമുണ്ട്. ആ ഇൻഫർമേഷന്റെ കൃത്യത ഉറപ്പുവരുത്തുകയും പാക് ഭീകരന്മാർ ഇന്ത്യയിലേക്ക് കടക്കുന്ന ഡേറ്റ് കണ്ടെത്തി കാത്തിരുന്ന് അവന്മാരെ കൊല്ലുകയും വേണം. ആ മിഷനാണ് ക്യാപ്റ്റൻ പ്രദീപ് ശൗര്യ ആര്യയ്ക്ക് അവന്റെ കമാൻഡിംഗ് ഓഫീസറായ കേണൽ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. 2016 സെപ്റ്റംബർ 29 ഇന്ത്യ നടത്തിയ ആ തിരിച്ചടി പാകിസ്ഥാന് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. പാകിസ്ഥാനിലെ 33 ആ ഭീകരരും 2 സൈനിക ഉദ്യോഗസ്ഥരും അന്ന് കൊല്ലപ്പെട്ടപ്പോൾ അതിന് പ്രതികാരം ചെയ്യാൻ പറ്റിയ ഒരു അവസരത്തിന് വേണ്ടി പാകിസ്ഥാൻ കാത്തിരിക്കുകയാണ്. ആ കാര്യം ഇന്ത്യൻ അതിർത്തി കാവൽ നിൽക്കുന്ന സകല കമാൻഡിംഗ് ഓഫീസേഴ്സിനും സൈനികർക്കും അറിയാം. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉറപ്പാണ്, അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ അവരൊരു ശ്രമം നടത്തും. കമാൻഡിംഗ് ഓഫീസർ പ്രദീപിനോട് പറഞ്ഞു, പ്രദീപ് വരുന്ന ആഴ്ചകളിൽ ഏത് ദിവസം വേണമെങ്കിലും ഒരു ഭീകര ആക്രമണം നമുക്ക് പ്രതീക്ഷിക്കാം. ഭീകര ആക്രമണത്തിനായി ഇവിടേക്ക് കടന്നു വരുന്ന ആ ഭീകരന്മാരെ കണ്ടെത്തി അവരെ തകർക്കണം. അതാണ് പ്രദീപിന്റെ ചുമതല. അതിനുവേണ്ടി എല്ലാ ശൈലിയിലുമുള്ള ഇൻഫർമേഷൻ കളക്ഷൻ പ്രദീപ് ചെയ്യണം. പ്രദീപിന്റെ ജോലി തന്നെ ഇൻഫർമേഷൻ കളക്ഷനും അനാലിസിസുമാണ്. പ്രദീപിന്റെ ആ എബിലിറ്റിയെ സൈനിക ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി കൂടിയാണ് കേണൽ പ്രദീപിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. IMFുമായി ബന്ധപ്പെട്ട് ടെററിസ്റ്റുകൾക്ക് പണം വരുന്ന മാർഗങ്ങളെക്കുറിച്ച് പ്രദീപ് നടത്തിയ പഠനം സൈനിക ആസ്ഥാനത്ത് ശരിക്കും മതിപ്പുളവാക്കിയിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായി സകല ഡേറ്റകളും കൃത്യമായി അവലോകനം നടത്തിയാണ് പ്രദീപ് എവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് പണം വരുന്നതെന്നും പണം എന്നൊക്കെയാണ് വരുന്നതെന്നും അതിന്റെ റൂട്ട്
എങ്ങനെ തടസ്സപ്പെടുത്താമെന്നൊക്കെ വ്യക്തമായ നിർദ്ദേശം ആർമിക്ക് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും ആർമിയുടെ പല തലങ്ങളിലും ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പ്രദീപിന്റെ കമാൻഡിംഗ് ഓഫീസറായ കേണൽ പ്രദീപിന് ആ ചുമതല വീണ്ടും കൊടുക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ഭീകരന്മാർ കടന്നു വരാൻ സാധ്യതയുണ്ട്. അവർ കടന്നു വരുന്നത് എന്നാണെന്ന് കണ്ടുപിടിക്കണം. അതിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പ്രദീപ് ഉപയോഗിക്കുകയും വേണം. പ്രദീപിനെ കൊണ്ട് അത് പറ്റും. ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കമാൻഡിംഗ് ഓഫീസർ പ്രദീപിനെ ഈ ചുമതല ഏൽപ്പിക്കുന്നത്. ഇവിടെ പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പ്രദീപ് കൈകാര്യം ചെയ്യാൻ പോകുന്ന ആ ഭീകരർ വെറും ഭീകരന്മാരല്ല. അവന്മാരെ പരിശീലിപ്പിക്കുന്നത് പാകിസ്ഥാൻ ആർമിയും പാകിസ്ഥാൻ ആർമിയുടെ ഇന്റർ സർവീസ് ഏജൻസിയുമാണ് ISA. ആ രണ്ട് ടീമും ഏറ്റവും ആധുനികമായ വാർത്താവിനിമയ സംവിധാനങ്ങളും മെത്തേഡുകളുമാണ് സാധാരണഗതിയിൽ ഈ ഭീകരന്മാരെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുക. ഭീകരന്മാർ ഇന്ത്യയിലേക്ക് കടക്കേണ്ട സ്ഥലവും സമയവും അവർ അടിക്കടി മാറ്റുകയും ചെയ്യും. വളരെ വിശാലമായ ഒരു അതിർത്തിയാണ് ഇന്ത്യക്ക് പാകിസ്ഥാനും ഉള്ളത്. ഏത് സ്ഥലത്തുകൂടി വേണമെങ്കിലും അവർ ഭീകരന്മാരെ കടത്തിവിടും. അക്കാര്യവും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തുകൂടി ആയിരിക്കും ഭീകരർ അകത്തേക്ക് കടക്കുക എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കാനുള്ള ജോലിയാണ് ഇപ്പോൾ പ്രദീപിന് ലഭിച്ചിരിക്കുന്നത്. പറയുന്നത് പോലെ എളുപ്പമല്ല ആ ജോലി എന്ന് അത് കേട്ടപ്പോൾ തന്നെ പ്രദീപിന് മനസ്സിലായി. പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിന്റെ അകത്തുള്ള ഭീകരരുടെ ക്യാമ്പുകളിൽ നിന്ന് ഏത് സമയത്ത് വേണമെങ്കിലും പാക് ആർമിയും ISAയും ചേർന്ന് ആ ഭീകരരെ ഇന്ത്യക്കുള്ളിലേക്ക് കടത്തിവിടും. എപ്പോ എവിടെ വെച്ച് എങ്ങനെ കടത്തിവിടും എന്നത് മാത്രമാണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. എന്തായാലും ഇന്ത്യക്കുള്ളിൽ നാശം വിതയ്ക്കാനായി ഭീകരന്മാരെ പരിശീലിപ്പിച്ച് കഴിഞ്ഞുവെന്നും അവരെ അതിർത്തി കടത്തി വിടുമെന്നുള്ള കാര്യം ഏതാണ്ട് കൺഫേമാണ്. എപ്പോ എന്നുള്ളത് മാത്രമാണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. ക്യാപ്റ്റൻ പ്രദീപ് താമസിക്കുന്ന ഡോർമിറ്ററിയിൽ ക്യാപ്റ്റൻ പ്രദീപിനൊപ്പം 3 ആർമി ഓഫീസേഴ്സ് കൂടിയുണ്ട്. ആ ആർമി ഓഫീസർമാർ ശരിക്കും കൗതുകത്തോടു കൂടിയാണ് പ്രദീപിനെ നോക്കിക്കാണാറുള്ളത്. അവർക്കറിയാം ഇന്ത്യൻ റവന്യൂ സർവീസിലെ അസിസ്റ്റന്റ് കമ്മീഷണറാണ് പ്രദീപ് എന്ന്. വളരെ ഉയർന്ന ജോലിയാണ്. 1-2 വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ പ്രദീപ് ഡെപ്യൂട്ടി കമ്മീഷണർ ആകും. ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന് പറയുമ്പോൾ ആർമിയിലെ ബ്രിഗേഡിയർക്ക് തത്തുല്യമാണ്. അത്രയും ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ഒരാള് ഇവിടെ ഈ ബാരക്കിൽ പട്ടാളക്കാർക്കൊപ്പം കഴിയുന്നത് കൂടെയുള്ള പട്ടാളക്കാർക്ക് അത്ഭുതവും അതേസമയം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രദീപ് ശൗര്യ ആര്യ എങ്ങനെയാണ് അവരുടെ ക്യാമ്പിൽ എത്തിയെന്നുള്ള കഥ ആ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അതിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് 5 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം 5 കൊല്ലങ്ങൾക്ക് മുമ്പ് ദില്ലിയിൽ നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ കോൺഫറൻസ് ഹാളിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ഫംഗ്ഷനിലെ പ്രധാന അതിഥി ലഫ്റ്റനന്റ് ജനറൽ സുബ്രത സാഹയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം കൺക്ലൂഡ് ചെയ്യാൻ പോകുമ്പോൾ ഒരു കാര്യം അവിടെ ഇരിക്കുന്ന സദസ്സിനോട് പറഞ്ഞു. നമ്മുടെ ചുറ്റും ശരിക്കും മിടുക്കരായ അനവധി ആളുകളുണ്ട്, ആർമിയുമായി ബന്ധമില്ലാത്തവർ. അവരുടെ നോളജും അവരുടെ സ്കിൽ സെറ്റും ആർമിയുമായി പങ്കുവയ്ക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രത്തെ കൂടുതൽ ശക്തമായി കാത്തുരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് എളുപ്പം കഴിയും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കൺക്ലൂഡ് ചെയ്തത്. അദ്ദേഹത്തിന് ശേഷം പ്രസംഗിക്കാനായിട്ട് വന്നത് ഇന്ത്യൻ റവന്യൂ സർവീസിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥരാണ്. സംസാരിക്കുന്ന ഇടയിൽ അദ്ദേഹം ജനറൽ സുബ്രത സാഹയോട് ചോദിച്ചു, സർ, അങ്ങേക്ക് അറിയാമോ ഞങ്ങളുടെ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് കമ്മീഷണർ അങ്ങയുടെ ടെറിട്ടോറിയൽ ആർമിയിൽ അംഗമാണെന്നുള്ള കാര്യം? ഇന്ത്യൻ റവന്യൂ സർവീസിലെ അസിസ്റ്റന്റ് കമ്മീഷണർ വളരെ വലിയ പൊസിഷൻ വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ടെറിട്ടോറിയൽ ആർമിയിൽ അംഗമാണെന്ന് കേട്ടപ്പോൾ സുബ്രത സാഹയ്ക്ക് ശരിക്കും അത്ഭുതം തോന്നി. പ്രസംഗം കഴിഞ്ഞപ്പോ ആ IRS ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രദീപിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തിരക്കിയ സുബ്രത സാഹ അതിനുശേഷം പ്രദീപുമായി ബന്ധപ്പെട്ടു. ശ്രീനഗറിലെ സൈനിക ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തപ്പെട്ട പ്രദീപിനെ കണ്ടുടൻ ലഫ്റ്റനന്റ് ജനറൽ സുബ്രത സാഹ പ്രദീപിനോട് ചോദിച്ചു, പ്രദീപ്, ഒരു കാര്യം ചെയ്താലോ? എന്തായാലും പണമിടപാടുകളെ കുറിച്ച് വ്യക്തമായി പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആളല്ലേ പ്രദീപ്. ഒരു കാര്യം ചെയ്യും, IMFുമായി കണക്ട് ചെയ്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. ആ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഭീകരന്മാർക്ക് പണം എത്തുന്നതെന്ന് ഒന്ന് പഠിച്ചാൽ കാശ്മീരിലെ ഭീകരന്മാർക്ക് ആ പണം എത്തുന്ന വഴി ചിലപ്പോൾ അടയ്ക്കാൻ നമുക്ക് പറ്റിയേക്കും. പ്രദീപിന് അതിന്റെ ചുമതല ഒന്ന് ഏറ്റെടുത്തൂടെ? വളരെ ഡയറക്റ്റ് ആയ ഒരു ചോദ്യമാണ് ലഫ്റ്റനന്റ് ജനറൽ സുബ്രത സാഹ പ്രദീപിനോട് ചോദിച്ചത്. ചോദ്യം കേട്ടതും പ്രദീപ് ലഫ്റ്റനന്റ് ജനറലോട് പറഞ്ഞു, സർ, എപ്പോ തുടങ്ങണം? അത് മാത്രമാണ് പ്രദീപിന്റെ ചോദ്യം. ആ നിമിഷം മുതൽ ലോകത്തെമ്പാടുമുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഭീകരന്മാരിലേക്ക് പണം ഒഴുകുന്ന വഴി കണ്ടുപിടിക്കാനും ആ വഴിയിലൂടെ കാശ്മീരിലെ ഭീകരന്മാർക്ക് പണം എത്തുന്നത് തടയാനും
താൻ ശ്രമിക്കാമെന്ന് പറയാതെ പറയുകയാണ് പ്രദീപ്. അവിടെ നിന്നാണ് ടെറിട്ടോറിയൽ ആർമിയിലെ ഒരു സാധാരണ പ്രവർത്തകൻ മാത്രമായിരുന്ന പ്രദീപ് ഇന്നത്തെ ക്യാപ്റ്റൻ പ്രദീപായി മാറുന്നത്. കഴിഞ്ഞ 5 വർഷവും ആർമിയുടെ ഭാഗമായി അനവധി ടാസ്കുകൾ ഏറ്റെടുത്ത പ്രദീപ് മിക്കവാറും എല്ലാ സർജിക്കൽ സ്ട്രൈക്ക് സമയത്തും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ആ കഥ ഇപ്പോ പ്രദീപിനൊപ്പമുള്ള മുഴുവൻ സൈനികർക്കും അറിയാം. അവരെക്കാൾ ഏറെ ആവേശത്തോടു കൂടിയാണ് ഭീകരന്മാരെ നേരിടാൻ പ്രദീപ് റെഡിയാകുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമാകുന്ന സൈനികർക്ക് അതികഠിനമായ പരിശീലന പരിപാടികളുണ്ട്. 3 മാസത്തെ അതികഠിനമായ പരിശീലനമാണ് സാധാരണഗതിയിൽ സ്പെഷ്യൽ ഫോഴ്സിന് കിട്ടുക. ഇസ്രയേലിലെ മൊസാദുമായി കണക്ട് ചെയ്തിട്ടാണ് സ്പെഷ്യൽ ഫോഴ്സിന്റെ പരിശീലന പരിപാടികൾ. ഇസ്രയേൽ വെച്ച് പരിശീലനം ഉണ്ടാവും, ഇന്ത്യയിൽ വെച്ച് പരിശീലനം ഉണ്ടാവും. ആ പരിശീലന പരിപാടിയുടെ ഭാഗമായ പ്രദീപ് മറ്റു സൈനികരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പരിശീലന പരിപാടികളൊക്കെ വളരെ കൃത്യമായി, വളരെ വേഗത്തിൽ, അതീവ സമർത്ഥമായി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാ ഇനത്തിലുമുള്ള തോക്കുകൾ ഉപയോഗിക്കാനുള്ള ശേഷിയും പ്രദീപ് നേടി. ശരിക്കും ഒരു ഷാർപ്പ് ഷൂട്ടറായി പ്രദീപ് മാറുന്നത് അവരുടെ കൺമുന്നിലൂടെയാണ്. എല്ലാ തരത്തിലുള്ള മെഷീൻ ഗണ്ണുകളും, ലൈറ്റ് ഗണ്ണുകളും, പിസ്റ്റളുകളും, റിവോൾവറുകളും എന്ന് വേണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ ആയുധങ്ങളും വളരെ സമർത്ഥമായി ഉപയോഗിക്കാനുള്ള ശേഷി ഈ 5 വർഷം കൊണ്ട് പ്രദീപ് നേടിയിരിക്കുകയാണ്. പരിശീലനത്തിൽ ഒരു തരത്തിലുമുള്ള വെള്ളം ചേർക്കലും പ്രദീപ് ചെയ്യത്തില്ല. IRS ഈ സമയത്ത് പ്രദീപിന്റെ പൊസിഷൻസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെപ്യൂട്ടി കമ്മീഷണറിലേക്ക് പ്രദീപ് വളർന്നനുസരിച്ച് ഇവിടുത്തെ പരിശീലന പരിപാടി പങ്കെടുക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രദീപ് ഇപ്പോൾ സൈനിക ഉദ്യോഗസ്ഥനാണോ IRS ഉദ്യോഗസ്ഥനാണോ ചോദിച്ചാൽ തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ പ്രദീപ് സൈന്യത്തിന് ഭാഗമായിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ കഥ നടക്കുന്നതും പ്രദീപിനെ ഈ ബേസ് ക്യാമ്പിലേക്ക് വിളിച്ചു വരുത്തുന്നത്. കാശ്മീരിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രദീപിന് നല്ല ധാരണയാണ്. കാശ്മീരിലെ ജനത്തെ സ്വാധീനിക്കാൻ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ നിന്ന് ഭീകരന്മാർ നുഴഞ്ഞു കയറുന്നതും അവർ കാശ്മീരിലെ ജനത്തിനെ സൈന്യത്തിനെതിരായി, പാരാമിലിറ്ററിക്കെതിരായി, പോലീസിനെതിരായി, ഉദ്യോഗസ്ഥന്മാർക്ക് എതിരായി തിരിക്കുന്നത് പലപ്പോഴും പ്രദീപ് കണ്ടിട്ടുണ്ട്. സൈനികരുടെ ആത്മവിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന ശൈലിയിലുള്ള പല രംഗങ്ങളും കാശ്മീരിൽ സ്ഥിരമായി സംഭവിക്കാറുണ്ട്. വൻതോതിൽ ഭീകര ആക്രമണത്തിന് തയ്യാറെടുത്തുകൊണ്ട് കാശ്മീരിലേക്ക് കടക്കുന്ന ഭീകരരെ കാശ്മീരിനകത്ത് എവിടെയെങ്കിലും വെച്ച് സൈന്യം വെടിവെച്ച് വീഴ്ത്തുമ്പോൾ അവരുടെ ശവസംസ്കാര ചടങ്ങ് കാശ്മീരിലെ ജനതയാണ് നടത്തുക. ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന മേഖലകളിൽ പോലീസിനെതിരെ, പട്ടാളത്തിനെതിരെ, പാരാമിലിറ്ററിക്കെതിരെ കല്ലെറിയുക എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയാണ്. അവർക്ക് വേണ്ടപ്പെട്ട ആരെയും പോലീസും സൈന്യവും പാരാമിലിറ്ററിയും ചേർന്ന് വെടിവെച്ച് കൊന്നു എന്നുള്ള ശൈലിയിലാണ് ജനം പ്രതികരിക്കുക. ഈ പ്രതികരണം പലപ്പോഴും കലാലയങ്ങളിലും കാണാറുണ്ട്. സ്കൂളിലും കോളേജിലും ഒക്കെ വിദ്യാർത്ഥികളുടെ അജിറ്റേഷൻ ആ ശൈലിയിലാണ്. ഭരണകൂടത്തിനെതിരായി, പട്ടാളത്തിനെതിരെ, പാരാമിലിറ്ററിക്കെതിരെ, പോലീസിനെതിരെ, ഉദ്യോഗസ്ഥ വൃന്ദത്തിനെതിരെ ഒക്കെ സമരം വിളിക്കുന്ന യുവാക്കളെയും അവരെ എറിയുന്ന യുവാക്കളെയൊക്കെ ഇഷ്ടംപോലെ കാണാം. പോലീസുമായി ഏറ്റുമുട്ടുന്ന ആ കുട്ടികളിൽ പലരും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ബാനറുകൾ എഴുതി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു സ്ഥിര സംഭവമാണ്. ഈ കാഴ്ചകളൊക്കെ മുംബൈയിൽ നിന്ന് എല്ലാ വർഷവും 2 മാസം കാശ്മീരിലെത്തുന്ന പ്രദീപ് സ്ഥിരമായി കാണാറുണ്ട്. പ്രദീപ് ആ കാര്യങ്ങളൊക്കെ അയാളുടെ ഡയറിയിൽ നോട്ട് ചെയ്യുന്ന കാര്യവുമാണ്. കാശ്മീരിലെ ആളുകളെ ഇങ്ങനെ ഇന്ത്യ വിരുദ്ധരാക്കി മാറ്റുന്നതിൽ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലെ ആളുകൾക്ക് പങ്കുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് നുഴഞ്ഞു കയറുന്നവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിച്ചല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. അക്കാര്യം പ്രദീപിനും അറിയാം. കാശ്മീരിലെ എമ്പാടുമായി നടക്കുന്ന പ്രതിഷേധങ്ങൾ സ്വാഭാവികമായിട്ടും സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. അത് അങ്ങനെ അല്ല എന്ന് കരുതുന്നതിൽ അർത്ഥമില്ലെന്ന് പ്രദീപിന് അറിയാം. അതുകൊണ്ട് തന്നെ പ്രദീപിന് തന്റെ കമാൻഡിംഗ് ഓഫീസർ പറഞ്ഞ ടാസ്കിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. പ്രദീപിനുള്ള ടാസ്ക് ഇൻഫർമേഷൻ കളക്ഷനാണ്. ഇൻഫർമേഷൻ കളക്ഷൻ കിട്ടേണ്ടത് സ്വാഭാവികമായിട്ടും പല സോഴ്സുകളിൽ നിന്നാണ്. അതിലൊരു സോഴ്സ് ഹ്യൂമൻ സോഴ്സാണ്. ലൈൻ ഓഫ് കൺട്രോളിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടണം. കാശ്മീരിനകത്തുള്ള ആൾക്കാർക്കും അവിടേക്ക് ആളുകൾ അധിനിവേശ കാശ്മീരിൽ നിന്ന് വരുന്ന കാര്യം അറിയാൻ പറ്റും. അങ്ങനെ അറിയുന്ന ആളുകളെ കണ്ടെത്തി അവരെ സൈന്യത്തിന്റെ ചാരന്മാരാക്കി മാറ്റുന്നിടത്താണ് ഇൻഫർമേഷന്റെ ഒരു ഒഴുക്കുണ്ടാവുന്നത്. പാകിസ്ഥാൻ അകത്തും ഇന്ത്യൻ സൈന്യത്തിന് ആളുകളുണ്ട്. അവരും വിവരങ്ങൾ കൊടുക്കും. ഈ വിവരങ്ങൾ രണ്ടും ശേഖരിച്ച് അതിനെ അവലോകനം നടത്തി ഒരു ധാരണയിലേക്ക് എത്തണം. ഇതിനു പുറമെയാണ് പിടിച്ചെടുക്കപ്പെടുന്ന റേഡിയോ സന്ദേശങ്ങൾ. പാകിസ്ഥാൻ സൈന്യം അവരുടെ യൂണിറ്റുകളിലേക്ക് അയക്കുന്ന റേഡിയോ സന്ദേശങ്ങൾ, അതുപോലെ ഭീകര ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന സന്ദേശങ്ങൾ, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള സന്ദേശങ്ങൾ, സോഷ്യൽ മാധ്യമങ്ങൾ വഴിയുള്ള സന്ദേശങ്ങൾ ഒക്കെ ഉണ്ടാവും.
ഇതെല്ലാം ശേഖരിക്കണം. 100,000 മാർഗങ്ങളിലൂടെ ശേഖരിക്കപ്പെടുന്ന ആ ഇൻഫർമേഷൻ അവലോകനം നടത്തേണ്ട ചുമതലയും പ്രദീപിനുണ്ട്. ഇതിനു പുറമെയാണ് പല സ്ഥലത്തു നിന്നും ഡേറ്റ ശേഖരിക്കാനായി സ്ഥാപിക്കപ്പെടുന്ന ചെറിയ ചെറിയ ഉപകരണങ്ങൾ. പിക്ചറായിട്ടും വീഡിയോ ആയിട്ടും സൗണ്ട് ആയിട്ടും അത് ശേഖരിക്കപ്പെടും. സൈന്യത്തിന് സംശയം തോന്നുന്ന എല്ലാ മേഖലകളിലും അത്തരം ചെറിയ ഡിവൈസുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പതിവുണ്ട്. അവയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും സ്വാഭാവികമായിട്ടും അവലോകനത്തിന് വിധേയമാക്കും. ഇങ്ങനെ ലഭിക്കുന്ന ഇൻഫർമേഷൻ കൃത്യമായി അനലൈസ് ചെയ്യണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടീം റേഡിയോ സന്ദേശങ്ങളും ഫോൺ കോളുകളും അവലോകനം നടത്തുന്ന ടീമാണ്. രാജ്യത്തിനകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന കോളുകൾ, പുറത്തു നിന്ന് അകത്തേക്ക് വരുന്ന കോളുകൾ, ഇവയൊക്കെ നിരന്തരമായ നിരീക്ഷണത്തിന് വിധേയമാക്കണം. സംസാരിക്കുന്ന വ്യക്തികൾ സാധാരണ ഭാഷയിൽ സാധാരണ സംസാരിക്കും പോലെയാണ് സംസാരിക്കുന്നതെങ്കിലും ചിലപ്പോൾ അതൊരു കോഡ് ആയിരിക്കും. ആ കോഡ് അനലൈസ് ചെയ്യുക എന്നുള്ളത് തികച്ചും കടുപ്പമേറിയ ഒരു ചുമതലയാണ്. കോഡാണോ അല്ലയോ എന്ന് അനലൈസ് ചെയ്താലേ അറിയാൻ പറ്റും. സാധാരണ ഒരു ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നതാവാം, 2 ബിസിനസ്സുകാർ സംസാരിക്കുന്നതാവാം, അപരിചിതരായ 2 പേരുടെ സംഭാഷണമാവാം, പല ശൈലിയിലുള്ള സംഭാഷണങ്ങളാവും. ഇതിൽ ഏതാണ് കോഡ്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ അനലൈസ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ഇത്തരം ഒത്തിരിയേറെ കാര്യങ്ങളാണ് ഇവിടെ പ്രദീപിന് ഈ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന ഒരു നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട് അനലൈസ് ചെയ്യേണ്ടത്. ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം നടക്കാൻ സാധ്യതയുള്ള സ്ഥലം, ദിവസം, സമയം, ഇതൊക്കെ കണ്ടുപിടിക്കാനായി ഇൻഫർമേഷൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് വിശകലനം നടത്തുന്ന പ്രക്രിയയിലേക്ക് പ്രദീപ് കടക്കുമ്പോൾ തന്നെ പ്രദീപിന് മറ്റു ടാസ്ക് കൂടിയുണ്ട്. കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ശരിയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ നുഴഞ്ഞുകയറ്റത്തെ തകർക്കണം. അതിന് ഒരു ഫോഴ്സ് വേണം. പക്ഷെ ആ ഫോഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതിലും അവരെ അറേഞ്ച് ചെയ്യുന്നതിലും പ്രദീപിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രദീപ് ഇപ്പോ 10th പാരാഫോഴ്സിന്റെ പാർട്ടാണ്. സ്പെഷ്യൽ ഫോഴ്സാണ് കൂടെ ഉള്ളത്. ഏത് ശൈലിയിലുമുള്ള ആക്രമണത്തെയും തടുക്കാനും കമാൻഡോ ഓപ്പറേഷൻ വഴി തിരിച്ചടിക്കാനുമുള്ള കപ്പാസിറ്റിയുള്ള ആളുകൾ തന്നെയാണ് പ്രദീപിനൊപ്പമുള്ളത്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ആ ഭീകരർ സാധാരണഗതിയിൽ സൈന്യത്തിന് അറിയാൻ കഴിയുന്ന അതേ റൂട്ടുകളിലൂടെ തന്നെയാണ് നുഴഞ്ഞു കയറുക. അവിടെയൊക്കെ സൈന്യത്തിന് കാവലുണ്ടെന്ന് അറിയാവുന്ന ഭീകരർ ചില സമയത്ത് സൈന്യത്തിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചില സ്ഥലങ്ങളിലൂടെ നുഴഞ്ഞു കയറും. ആ സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുക ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ്. ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിന്ന് പാകിസ്ഥാനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സേനയുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനോ BSFനോ മറ്റ് ടീമുകൾക്കോ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത ശൈലിയിൽ ചില ബ്ലൈൻഡ് സ്പോട്ടുകൾ ഈ അതിർത്തിയിലുണ്ട്. ആ ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ടായത് ആ സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. ഒരു കാരണവശാലും അത്തരത്തിലുള്ള ബ്ലൈൻഡ് സ്പോട്ടുകളെ നിരീക്ഷിക്കാൻ പറ്റില്ല. മലകൾ, മരങ്ങൾ, ചെടികൾ, അതുപോലെ കിടങ്ങുകൾ, മലയിടുക്കുകൾ, ഇതെല്ലാം പ്രത്യേക ശൈലിയിൽ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം നിരീക്ഷിക്കാനായി ആളെ വെക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. അവിടെ നിരീക്ഷിക്കാനായി നമ്മൾ ആളെ വെച്ചാൽ മറുഭാഗത്തേക്കുന്ന പാകിസ്ഥാന് വ്യക്തമായി നമ്മളെ കാണാൻ പറ്റും. അവര് കാണാതെയാണല്ലോ ഈ നിരീക്ഷണമൊക്കെ നടത്തേണ്ടത്. അതെ, പാകിസ്ഥാനാണ് മറുഭാഗത്തുള്ളത്. പാകിസ്ഥാന്റെ ആർമിയും അവരുടെ ISIയും മിടുക്കരായ ആളുകളെ കൊണ്ട് നിറഞ്ഞതാണ്. ആ ടീം അങ്ങനെ എളുപ്പമൊന്നും നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യൻ സൈന്യത്തിന് കാണാൻ കഴിയുന്ന ശൈലിയിൽ കയറ്റി വിടത്തില്ല. അക്കാര്യം നമ്മുടെ സൈന്യത്തിനും അറിയാം. പാകിസ്ഥാൻ ഏറ്റവും ആധുനികങ്ങളായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് തന്നെയായിരിക്കും അവിടെയുള്ള ഭീകരന്മാരെ പരിശീലിപ്പിക്കുക. ഇന്ത്യൻ സൈന്യത്തിന്റെ കണ്ണു കെട്ടാനുള്ള എല്ലാ വിദ്യകളും നന്നായി ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ബ്ലൈൻഡ് സ്പോട്ട് വഴി ഇന്ത്യയിലേക്ക് കടക്കുക. പാകിസ്ഥാനിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ അവർക്ക് പരിശീലനം കൊടുക്കുമ്പോൾ തന്നെ പരിശീലകർ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും നന്നായിട്ട് ആ ക്യാമ്പിൽ അവരെന്തെല്ലാം പരിശീലിച്ചാലും ആ പരിശീലനത്തിന് അർത്ഥമുണ്ടാകുന്നത് വിദഗ്ധമായി ഇന്ത്യക്കുള്ളിലേക്ക് അവർ നുഴഞ്ഞു കയറുമ്പോഴാണ്. ആ വാചകം എല്ലാ പരിശീലന ക്യാമ്പുകളിലും കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകമാണ്. എത്ര ദിവസം, എത്ര വർഷം അവർ പരിശീലിച്ചു എന്നുള്ളത് വിഷയമേ അല്ല. ഇന്ത്യക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ ആ ഭീകരന്മാർക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞാൽ ആ പരിശീലനത്തിന് അർത്ഥമുണ്ടായെന്നാണ്. അതുകൊണ്ട് തന്നെ ഭീകരന്മാർക്കും അവരുടെ മേലധികാരികൾക്കും അക്കാര്യം നന്നായിട്ട് അറിയാം. ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിടിക്കപ്പെടാതെ നുഴഞ്ഞു കയറണം. ആ കാര്യം പരിശീലന പരിപാടികളിൽ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ബ്ലൈൻഡ് സ്പോട്ടുകളിലൂടെ നുഴഞ്ഞു കയറാനായി വിദഗ്ധ പരിശീലനം തന്നെ ആ ഭീകരർ നേടാറുണ്ട്. നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യയിലേക്ക് കിടക്കുന്ന ഭീകരർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ആശയത്തോട് താല്പര്യമുള്ള ആളുകളെ കാശ്മീരിൽ നിന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരില്ല. ആ ആളുകളുമായി കണക്ഷൻ ഉണ്ടാക്കിയിട്ടാണ്
യഥാർത്ഥത്തിൽ നിയന്ത്രണ രേഖ അവർ കടക്കുന്നത്. നിയന്ത്രണ രേഖ കടന്ന് കാശ്മീരിലെ സാധാരണ ആളുകളുടെ ഇടയിലേക്ക് അവർ കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നിയന്ത്രണ രേഖ കടക്കുന്ന സമയത്ത് അവരെ കണ്ടുപിടിക്കുന്നതാണ് എളുപ്പം. അവിടെ വെച്ച് അവർ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. കാശ്മീരിനകത്ത് വന്ന് ജനങ്ങളുമായി മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. ജനങ്ങളുമായി ഭീകരന്മാർ മിങ്കിൾ ചെയ്യുന്ന തികച്ചും അപകടകരമായ ആ കാര്യം നടക്കുന്നതിന് മുന്നേ ഭീകരന്മാരെ തകർക്കണം. അതാണ് പ്രദീപിനും ടീമിനും കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ പാകിസ്ഥാൻ ആർമി വളരെ വിപുലമായ ലോജിക്കൽ സപ്പോർട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിന്നുള്ള ഏത് മൂവ്മെന്റും നിരീക്ഷിക്കാനുള്ള റഡാർ സംവിധാനവും അവരുടെ കൈവശമുണ്ട്. വാഹന സപ്പോർട്ടും ആയുധ സപ്പോർട്ടും എല്ലാം അവർക്കുണ്ട്. എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് മെക്കാനിസവും ഒരുക്കിയിട്ട് തന്നെയാണ് പാകിസ്ഥാൻ ആർമി ഓരോ സമയത്തും ഭീകരരെ ഇന്ത്യക്കുള്ളിലേക്ക് കടത്തുന്നത്. അതുകൊണ്ട് കൂടിയാണ് ലോകത്തിലെ ഏറ്റവും കടുപ്പമേറിയ അതിർത്തി ഉള്ളത് ഇന്ത്യ പാക് അതിർത്തിയിലാണെന്ന് എല്ലാവരും പറയുന്നത്. അവിടെ കാവൽ നിൽക്കുക എന്ന് പറയുന്നതും അവിടേക്ക് കടന്നു വരുന്ന ഭീകരന്മാരെ തടുക്കുക എന്ന് പറയുന്നതും കാത്തിരിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിനെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ഭീകരരെ കടത്തിവിടാനായി പാകിസ്ഥാൻ ശ്രമിക്കുന്നതൊക്കെ മറ്റ് രാജ്യങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത രംഗങ്ങളാണ്. ശരിക്കും രണ്ട് സൈന്യവും ഒരു വല്ലാത്ത മത്സരത്തിലാണ്. ക്യാപ്റ്റൻ പ്രദീപ് അയാളുടെ വർക്കിലേക്ക് അങ്ങ് ഇറങ്ങി. അടുത്ത 3 ആഴ്ച പ്രദീപ് ആര്യ അയാളുടെ വർക്കിൽ തന്നെ അങ്ങനെ ലയിച്ചു നിൽക്കുകയാണ്. സകല മേഖലകളിൽ നിന്നും അയാൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കുന്ന ഭീകരരെ പിടികൂടാനായി എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ലിസ്റ്റാണ് ആദ്യം പ്രദീപ് ഉണ്ടാക്കിയത്. ആ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായും പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് അങ്ങോട്ടൊന്ന് പ്രദീപ് വിലയിരുത്തുകയാണ്. ഏകദേശം ഒരു 3 ആഴ്ച കൊണ്ട് പാകിസ്ഥാൻ അകത്തു നിന്നും ഇന്ത്യക്ക് അകത്തു നിന്നുമായി ധാരാളം ചാരന്മാരുടെ സന്ദേശങ്ങൾ പ്രദീപ് സ്വീകരിച്ചിട്ടുണ്ട്. ആ ഇൻഫർമേഷനൊക്കെ അടുക്കും ചിട്ടയുമായി വിലയിരുത്തുകയാണ്. ഇതിന് പുറമെയാണ് കോളുകൾ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ലഭിക്കുന്ന വിവരങ്ങൾ. ആ വിവരങ്ങളും പ്രദീപ് വിലയിരുത്തുന്നുണ്ട്. ഓരോ ദിവസവും ഒരുപാട് വിഭവങ്ങളാണ് ലഭിക്കുന്നത്. ആ വിവരങ്ങളെ അടുക്കും ചിട്ടയായി അനലൈസ് ചെയ്ത് അതിൽ ശരിയുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായി ഒരുപാട് ശ്രമമാണ് വേണ്ടത്. കിട്ടിയ വിവരങ്ങൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അടുത്ത വിവരങ്ങൾ എത്തുന്ന സോഴ്സ് മാത്രമേ മാറത്തുള്ളൂ. റേഡിയോ സിഗ്നലുകൾ ഇന്റർപ്രറ്റ് ചെയ്താണ് ഇൻഫർമേഷൻ ലഭിച്ചെങ്കിൽ അടുത്ത് വരുന്നത് ഏതെങ്കിലും ഒരു സോഷ്യൽ മാധ്യമത്തിൽ കണ്ട കമന്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. എന്തായാലും ഇൻഫർമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പ്രദീപ് വന്നിട്ട് ഏകദേശം 3 ആഴ്ച ആകാറായി. എല്ലാ ദിവസവും വ്യത്യസ്തമായ സോഴ്സുകളിലൂടെ നുഴഞ്ഞുകയറ്റം നടക്കാൻ പോവുകയാണെന്നുള്ള കാര്യം പ്രദീപിനും ആർമിക്കും അറിയാം. അതിർത്തിയിൽ ഏതു ഭാഗത്തു കൂടിയാണ് നുഴഞ്ഞു കയറാൻ പോകുന്നതെന്നും എന്നാണ് നുഴഞ്ഞു കയറാൻ പോകുന്നതെന്നും ഇത് രണ്ടുമാണ് അവർക്ക് അറിഞ്ഞുകൂടാത്തത്. ആ ഒരു ബ്രേക്ക് ത്രൂ മാത്രം ഈ മിഷൻ തുടങ്ങി 3 ആഴ്ചയായിട്ടും പ്രദീപിനും ടീമിനും കിട്ടിയിട്ടില്ല. ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രദീപ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതിർത്തിക്ക് അപ്പുറത്തുള്ള റേഡിയോ സന്ദേശങ്ങളും അതുപോലെ ഫോൺ കാളുകളും പിടിച്ചെടുത്ത് ഇന്റർപ്രറ്റ് ചെയ്ത പ്രദീപും കൂട്ടരും ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ പോകുന്ന മുജാഹിദ്ദീൻ ബറ്റാലിയന്റെ ഭാഗമായി മാറിയിരിക്കുന്നത് ലഷ്കർ-ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ആളുകളാണ്. രണ്ടും കൊടും ഭീകര സംഘടനകളാണ്. റേഡിയോ സിഗ്നലുകൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആർമിയുടെ ടീം അവർ ഇന്റർപ്രറ്റ് ചെയ്ത ഒരു മെസ്സേജ് പ്രദീപിന് അയച്ചു കൊടുത്തു. ഹിന്ദിയിലാണ് മെസ്സേജ്. അതിഥികൾ വരുന്നു, അവരെ യാത്രയാക്കാൻ റെഡിയാകൂ. 2 ചെറിയ വാചകങ്ങളാണ് ആ സന്ദേശത്തിലുള്ളത്. അതിഥികൾ വരുന്നു, അവരെ യാത്രയാക്കാനായി റെഡിയാകൂ. ആ വാചകങ്ങൾക്കും അവർ പ്രതീക്ഷിക്കുന്ന നുഴഞ്ഞുകയറ്റത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ആ സന്ദേശം കണക്റ്റഡ് ഡിപ്പാർട്ട്മെന്റ് പ്രദീപിന് അയച്ചു കൊടുത്തത്. ആ സന്ദേശം അനലൈസ് ചെയ്ത പ്രദീപിന് ആ കാര്യം ഉറപ്പായി. നുഴഞ്ഞുകയറ്റക്കാർ റെഡിയാണ്. ആ നുഴഞ്ഞുകയറ്റക്കാർ ഏത് സമയത്ത് വേണമെങ്കിലും ഇന്ത്യക്കുള്ളിലേക്ക് കടക്കാം. പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന ലഷ്കർ-ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും സംഘടനയിലെ ആളുകൾക്ക് കാശ്മീരിനകത്ത് പ്രവർത്തിക്കാനുള്ള രഹസ്യ താവളങ്ങൾ ഒരുക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾക്ക് അയച്ച സന്ദേശമാണ് 24 മണിക്കൂറും വിജിലന്റ് ആയിരുന്ന ആ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലെ ആളുകൾ പിടിച്ചെടുത്ത് ഇപ്പൊ ഇതാ പ്രദീപിന് കൈമാറിയിരിക്കുന്നത്. കൺഫേം ആണ്. ഇപ്പോൾ നുഴഞ്ഞുകയറ്റം ഏത് സമയത്ത് വേണമെങ്കിലും നടക്കും എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഇന്റലിജൻസ് വിഭാഗം എത്ര ശക്തമാണെങ്കിലും അവർക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. ഏത് ദിവസം ഏത് സമയത്ത് നുഴഞ്ഞുകയറ്റം നടക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ പറ്റില്ല. അവസാന നിമിഷം വേണമെങ്കിലും പദ്ധതികൾ മാറാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് പ്രവചനം അസാധ്യം എന്ന് പറയുന്നത്. ഒരു ഏകദേശ ഡേറ്റ് മാത്രമേ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റൂ. അതുവരെയുള്ള വിവരങ്ങൾ അനലൈസ് ചെയ്ത പ്രദീപ് എല്ലാ ദിവസത്തെ പോലെ അന്നും കമാൻഡിംഗ് ഓഫീസർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. സർ, മെയ്യുടെ അവസാനം നുഴഞ്ഞുകയറ്റം ഉറപ്പായും ഉണ്ടാകും.
പ്രദീപ് അതുവരെ കളക്ട് ചെയ്ത സകല ഇൻഫർമേഷനിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനമാണത്. മെയ് മാസത്തിലെ അവസാന ആഴ്ചയിൽ ഉറപ്പായും പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറ്റം ഉണ്ടാകും. അക്കാര്യം പ്രദീപ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ആ വിവരമാണ് പ്രദീപ് കമാൻഡിംഗ് ഓഫീസുമായി പങ്കുവെക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു കമാൻഡോ ഓപ്പറേഷൻ നടക്കാൻ സാധ്യതയുണ്ട് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ആ സ്പെഷ്യൽ ടീമിന്റെ ഭാഗമായ ഭടന്മാർ ഒന്നടങ്കം പരിശീലനത്തിലാണ്. സദാസമയവും റെഡിയായിരിക്കാനാണ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അവർ 100 റൗണ്ടെങ്കിലും ഫയർ ചെയ്യും. ഷാർപ്പ് ഷൂട്ടേഴ്സായി മാറാനുള്ള അവരുടെ ആ പ്രാക്ടീസ് റെഗുലറായി നടക്കുകയാണ്. സകല വിധത്തിലുമുള്ള കാഠിന്യമേറിയ പരിശീലനങ്ങൾ റെഗുലറായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കമാൻഡോ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആ നിമിഷം സ്റ്റാർട്ട് ചെയ്യണം. അതിനുവേണ്ടി സദാസമയം റെഡിയായിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അത് ആ ടീമുകൾ കൃത്യമായി പാലിക്കുകയാണ്. മെയ് അവസാന ആഴ്ചയോടുകൂടി പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുമെന്ന് കൺഫേം ആയതും പ്രദീപ് സ്പെഷ്യൽ ടീമിലെ അയാളുടെ അംഗങ്ങളെ വിളിച്ചുകൂട്ടി. അവരോടായി പ്രദീപ് പറഞ്ഞു, നമ്മൾ നുഴഞ്ഞുകയറ്റം പ്രതീക്ഷിക്കുന്നത് മെയ് അവസാന ആഴ്ചയിലാണ്. നുഴഞ്ഞു കയറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലം KDK നള്ളയാണ്. KDK നള്ള എന്നറിയപ്പെടുന്ന സ്ഥലം ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ്. ആ ഭാഗം ഇന്ത്യയുടെ നിരീക്ഷണം എത്താത്ത സ്ഥലമാണ്. അവിടുത്തെ ജോഗ്രഫിയുടെ പ്രത്യേകത കൊണ്ട് ആ ഭാഗത്ത് ആളെ നിരീക്ഷിക്കാൻ വെക്കാനും പറ്റില്ല. മലയിടുക്കും മരങ്ങളും ചെരുവുകളും ഒക്കെ ഉള്ള ആ പ്രദേശത്ത് നിരീക്ഷണം തികച്ചും അസാധ്യമാണ്. അതുകൊണ്ട് ആ ഭാഗത്തൂടെ തന്നെയായിരിക്കും ലഷ്കർ-ഇ-തോയ്ബയുടെയും ജെയ്ഷെ-ഇ-മുഹമ്മദിന്റെയും ആളുകൾ മുജാഹിദ്ദീൻ ബറ്റാലിയന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് കടക്കാൻ പോകുന്നത്. പ്രദീപ് ആ വിവരം അയാളുടെ അംഗങ്ങളുമായി പങ്കുവച്ചു. ബേസ് ക്യാമ്പിലെ പ്രദീപിന്റെ മേശപ്പുറത്ത് ഒരു വലിയ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മണൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മോഡലാണ്. ആ ഉറി സെക്ഷൻ അതുപോലെ തന്നെ മണലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ബേസ് ക്യാമ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും പാകിസ്ഥാൻ അതിർത്തി എവിടെയാണെന്നും ഒക്കെ വളരെ വിശദമായി ആ മോഡലിൽ കാണാം. ഏത് ഭാഗത്തുകൂടി എങ്ങനെയാകും പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുക എന്നുള്ളത് ആ മോഡലിൽ കാണിച്ച് പഠിപ്പിക്കുകയാണ് പ്രദീപ്. യഥാർത്ഥത്തിൽ ആ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമായ ആ പട്ടാളക്കാർക്ക് അവരുടെ കയ്യിലെ വരകൾ പോലെ ആ സ്ഥലങ്ങൾ പരിചിതമാണ്. എത്രയോ കാലങ്ങളായിട്ട് അവർ ആ ഭാഗത്തുണ്ട്. എന്നിട്ട് പ്രദീപ് ആ സാൻഡ് മോഡൽ ഉപയോഗിച്ച് അവർ പഠിപ്പിക്കുമ്പോൾ അവർ കൗതുകപൂർവ്വം വളരെ ആകാംക്ഷയോട് കൂടി തന്നെ ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. തന്റെ വാക്കുകൾ ശ്രദ്ധിച്ചിരിക്കുന്ന കമാൻഡോസിനോടായി പ്രദീപ് പറഞ്ഞു, പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ നിന്ന് അവർ എന്ന് നുഴഞ്ഞു കയറുമെന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ല. പക്ഷേ നമുക്ക് നേരത്തെ പ്രിപ്പയർഡ് ആകണം. നുഴഞ്ഞുകയറ്റക്കാർ വരുന്ന ദിവസം അറിയില്ലെങ്കിലും അവർ വരാൻ പോകുന്ന വഴി അറിയാം. ആ വഴിയിൽ അവർക്ക് വേണ്ടി കാത്തു നിൽക്കുക. അതാണ് പ്രദീപിന്റെ ലൈൻ. പ്രദീപ് അയാളുടെ കൂടെയുള്ളവരോട് പറഞ്ഞു, നമുക്ക് മെയ് 22 തന്നെ അങ്ങോട്ടേക്ക് നീങ്ങണം. എന്റെ കണക്കൂട്ടലനുസരിച്ച് ഒരാഴ്ചയോടെ കഴിഞ്ഞ് അവർ വരും. പക്ഷെ അതിനു മുമ്പേ നമുക്കവിടെ റെഡിയായി നിൽക്കാം. മെയ് അവസാനം നുഴഞ്ഞു കയറാൻ പോകുന്ന പാകിസ്ഥാൻ ഭീകരർക്ക് വേണ്ടി ആ ഭാഗം പാകിസ്ഥാൻ ആർമിയും ISI നിരീക്ഷിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അവർ നിരീക്ഷിക്കാനുള്ള സാധ്യത നുഴഞ്ഞുകയറ്റത്തിന് 2-3 ദിവസം മുമ്പായിരിക്കും. അതിനും ഒരാഴ്ച മുമ്പേ ആ ഭാഗത്ത് ചെന്ന് തമ്പടിച്ചാൽ ഒരു കാരണവശാലും ISIയോ പാകിസ്ഥാൻ ആർമിയോ ഇന്ത്യൻ ഭടന്മാരെ കണ്ടുപിടിക്കില്ല. പ്രദീപ് അയാളുടെ ടാസ്ക് ഫോഴ്സിനെ 3ആയി തിരിച്ചിട്ട് അതിൽ ഒരു ടീമിനെ മെയ് 22 തന്നെ ഇന്ത്യയുടെ ചാബക് പോസ്റ്റിന് സമീപത്തേക്ക് അയച്ചു. ആ ചാബക് പോസ്റ്റിൽ നിന്ന് കുറച്ചു മാറിയാണ് പാകിസ്ഥാൻ ഭീകരന്മാർ കടന്നു വരുന്ന വഴി. ആ വഴിയിൽ വെച്ച് അവരെ വളഞ്ഞിരുന്ന് ആക്രമിക്കുക എന്നുള്ളതാണ് പ്രദീപിന്റെ ടീമിന്റെ ടാർഗറ്റ്. ബേസ് ക്യാമ്പിൽ നിന്ന് ഒരു ജീപ്പിലാണ് ഈ ടീമിനെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. ജീപ്പ് ഈ പോസ്റ്റിന് അടുത്തേക്ക് കൊണ്ടുപോകേണ്ടെന്നും പ്രദീപ് നിർദ്ദേശം കൊടുത്തു. ജീപ്പിന്റെ സൗണ്ട് നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള പാകിസ്ഥാൻ യൂണിറ്റുകളിൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജീപ്പ് ഇന്ത്യൻ അതിർത്തിക്ക് വളരെ ഉള്ളിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് കാൽനടയായിട്ട് വേണം നമ്മുടെ ഈ സ്പെഷ്യൽ ഫോഴ്സിന്റെ ആളുകൾ അവർ ഒളിച്ചിരിക്കേണ്ട സ്ഥലത്തേക്ക് നീങ്ങേണ്ടത്. ആ നിർദ്ദേശമാണ് പ്രദീപ് കൊടുക്കുന്നത്. പ്ലാൻ ചെയ്തതനുസരിച്ച് മെയ് 22 ഒരു ടീം ജീപ്പിൽ ആ ഭാഗത്തേക്ക് തിരിച്ചു. അവര് ഇന്ത്യൻ അതിർത്തിക്ക് വളരെ ഉള്ളിലായിട്ട് വാഹനം നിർത്തിയിട്ട് കാൽനടയായിട്ടാണ് പാക് ഭീകരന്മാരെ ആക്രമിക്കാനുള്ള ആ സ്പോട്ടിലേക്ക് നീങ്ങുന്നത്. പക്ഷെ ആ യാത്ര അത്ര എളുപ്പമുള്ള യാത്രയല്ല. 1965-ലെയും 71-ലെയും 99-ലേക്ക് യുദ്ധ സമയത്ത് ആ ഭാഗത്ത് ഇന്ത്യ തന്നെ ഒരുപാട് മൈൻ വാരി വിതറിയിട്ടുണ്ട്. ആ ഭാഗത്തൂടെ ഇരച്ചു കയറുന്ന പാകിസ്ഥാൻ സൈന്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മൈനുകൾ വിതറിയത്. ആ മൈനുകൾ പലതും ഇപ്പോഴും അവിടേക്ക് ഉണ്ട്. ആ മൈനിലെങ്ങാനും ആകസ്മികമായി ഒന്ന് ചവിട്ടിയാൽ അവിടെ ആ ഭടന്റെ കാര്യം തീർന്നു. അക്കാര്യം സകല ആർമി ഉദ്യോഗസ്ഥർക്കും അറിയാം.
മൈൻ ഡിറ്റക്ട് ചെയ്യാനുള്ള ഉപകരണങ്ങളുമായി വളരെ ശ്രദ്ധാപൂർവമാണ് നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സ് ആ ഭാഗത്തേക്ക് നീങ്ങുന്നത്. രാത്രിയോടുകൂടി ആ ടീം ഒളിച്ചിരിക്കേണ്ട സ്ഥലത്തെത്തി. ഇനി ഒരു നിർണായകമായ കാര്യം ചെയ്യേണ്ടതുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ആ ഭീകരന്മാർ കടന്നു വരുന്ന വഴികളിൽ ചില എക്സ്പ്ലോസീവ്സ് പ്ലാൻ ചെയ്യണം. ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ്സ് ഡിവൈസ് എന്നതിനെ വിളിക്കുക, IED എന്ന് പറഞ്ഞാൽ ചില രൂപമാറ്റങ്ങൾ വരുത്തിയ സ്ഫോടക വസ്തുക്കളാണ്. രൂപമാറ്റം വരുത്തിയ ആ സ്ഫോടക വസ്തുക്കളെ റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് ബ്ലാസ്റ്റ് ചെയ്യിക്കാൻ പറ്റും. റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ച് ബ്ലാസ്റ്റ് ചെയ്യേണ്ട ആ എക്സ്പ്ലോസീവ്സ് ഈ പാക് ഭീകരന്മാർ കടന്നു വരുന്ന വഴികളിൽ പ്ലാൻ ചെയ്യണം. അങ്ങനെ പ്ലാൻ ചെയ്യാനായിട്ട് ആ ഭാഗത്തേക്ക് പോകുമ്പോഴും സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വിതറിയിരിക്കുന്ന മൈനുകൾ ശ്രദ്ധിക്കുകയും വേണം. മൈനുകളിൽ ചവിട്ടാതെ വളരെ ശ്രദ്ധാപൂർവം രാത്രിക്ക് രാത്രി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ആ ടീം ആ IED എക്സ്പ്ലോസീവ്സ് അവിടെയെല്ലാം പ്ലാൻ ചെയ്തു. രാത്രിയിലാണ് ഈ ആക്ഷൻസ് മുഴുവൻ. ഒരു തരത്തിലുമുള്ള ശബ്ദമുണ്ടാക്കാതെ നിശബ്ദമായി ഇഴഞ്ഞും മരങ്ങളുടെ മറപറ്റിയും ചെടികൾക്കിടയിലൂടെയൊക്കെ സാവധാനം ആ താഴ്വാരത്തേക്ക് ഇറങ്ങി താഴ്വാര വഴി മുകളിലേക്ക് കയറി വരുന്ന ആ ഭീകരന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് പല ഭാഗത്തായിട്ട് ആ IEDകൾ സ്ഥാപിക്കുകയാണ്. അതിനെല്ലാം റേഡിയോ സിഗ്നലുകളുമായി കണക്ട് ചെയ്യുന്ന ജോലി നടക്കുമ്പോൾ വേറെ ടീം സകല സ്ഥലവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരു തരത്തിലുമുള്ള സംശയവും ലൈൻ ഓഫ് കൺട്രോളിന്റെ മറുഭാഗത്ത് ഇന്ത്യയെ നിരീക്ഷിക്കുന്ന പാകിസ്ഥാൻകാർക്ക് ലഭിക്കാൻ പാടില്ല. അത് കണക്കാക്കിയാണ് അവിടെ ആക്ഷനൊക്കെ. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴും അവർ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീകരന്മാരെ പതിയിരുന്ന് ആക്രമിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തിന് ഒരു കുഴപ്പമുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭാഗത്ത് ശരിക്കും ചെടികളുണ്ട്. വൻതോതിൽ കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്ന ആ ഭാഗത്തുകൂടിയാണ് അവർ വരുന്നത് എന്ന് പറഞ്ഞാൽ ആ കുറ്റിച്ചെടികൾക്കിടയിൽ അവന്മാർ പതുങ്ങിയാൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വളരെ എളുപ്പം ആ ഭീകരന്മാർക്ക് ഒളിക്കാൻ കഴിയുന്ന സകല വിധത്തിലുമുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് അർത്ഥം. പ്രദീപിന്റെ ടീം അങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുമ്പോൾ മെയ് 26 പ്രദീപിന് ഒരു കോൾ ലഭിച്ചു. പ്രദീപിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ആളുടെ കോളാണ്. മെയ് 28 രാത്രി അല്ലെങ്കിൽ മെയ് 29 രാത്രി പാക് ഭീകരന്മാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറും. ആ ഇൻഫർമേഷനാണ് ഇപ്പോ പ്രദീപിന് കിട്ടിയത്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് പ്രദീപ് വളരെ പാടുപെട്ട് വളർത്തിയെടുത്തിരിക്കുന്ന ഒരു സോഴ്സാണ് ഇപ്പോ ആ വിവരം പ്രദീപിന് കൈമാറിയത്. ആ വ്യക്തിക്ക് ഇന്ത്യക്കകത്തും പാകിസ്ഥാനകത്തും സോഴ്സുകളുണ്ട്. ആ 2 സോഴ്സുകളുമായി കണക്ഷൻ ഉള്ള വ്യക്തിയാണ് പ്രദീപിനോട് ഈ കാര്യം പറഞ്ഞത്. വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷനാണ് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത്. മെയ് 28 രാത്രി അല്ലെങ്കിൽ മെയ് 29 രാത്രി പാക് നുഴഞ്ഞുകയറ്റമുണ്ടെന്ന് കൺഫേം ആയിരിക്കുകയാണ്. കഴിഞ്ഞ 4 ആഴ്ചത്തെ പരിശ്രമത്തിന് ഇതാ ഫലമുണ്ടാകാൻ പോവുകയാണ്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ബേസ് ക്യാമ്പിൽ നിന്ന് 90 മിനിറ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഈ ചാബക് പോസ്റ്റിൽ എത്തുന്നത്. ആ ചാബക് പോസ്റ്റിലേക്ക് നീങ്ങാൻ അപ്പോൾ തന്നെ പ്രദീപ് തീരുമാനിച്ചു. പ്രദീപ് ബേസ് ക്യാമ്പിൽ നിന്ന് അയാളുടെ ഭാര്യ ദീപ ആര്യയെ വിളിച്ചു. ദീപയോടായി പ്രദീപ് പറഞ്ഞു, ഞാനെ 2 ദിവസത്തേക്ക് ലൈനിൽ കാണില്ല. അത് കേട്ടപ്പോ ദീപ പ്രദീപിനോട് പറഞ്ഞു, ഹേയ് പ്രദീപ്, നിങ്ങളുടെ മെഡലുകൾ വാങ്ങിച്ച് അടുക്കി വെക്കാനല്ല ഞാനിവിടെ കാത്തിരിക്കുന്നത്. പ്രദീപ് സൈന്യത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നത് മെഡലുകൾ ലഭിക്കാൻ വേണ്ടിയാണെന്നുള്ള ഒരു കുറ്റപ്പെടുത്തലാണ് ദീപയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് കേട്ട് പ്രദീപ് ഒന്ന് ചിരിച്ചു. പ്രദീപിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ദീപയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് ദീപ കൂടുതലൊന്നും പറയാത്തത്. ഇന്ത്യൻ റവന്യൂ സർവീസിലെ ഉദ്യോഗസ്ഥനായ പ്രദീപിനെയാണ് ദീപ വിവാഹം കഴിച്ചത്. ഇപ്പൊ ഇതാ അതേ പ്രദീപ് കാശ്മീർ അതിർത്തിയിൽ പാക് സൈന്യവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. അതും അവിടുത്തെ ഒരു മിലിറ്ററി ഓപ്പറേഷന് നേരിട്ട് നേതൃത്വം വഹിക്കാൻ പോവുകയാണ്. ആ കാര്യം മാത്രം പ്രദീപ് ദീപയോട് പറഞ്ഞില്ല. പ്രദീപ് അയാൾക്കൊപ്പമുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ 4 തിരിച്ചു. 2 ടീമുകളോട് ചാബക്ക് തന്നെ തുടരാനാണ് പ്രദീപ് ആവശ്യപ്പെട്ടത്. അവരാണ് ബാക്കപ്പ്. 2 ടീം പാകിസ്ഥാനിലെ മുജാഹിദ് ബറ്റാലിയന് നേരെ എതിർവശത്ത് KDK നള്ളയിൽ പതിയിരിക്കുന്ന ആ ടീമിനൊപ്പം എത്തണം. KDK നള്ള എന്ന് പറയുന്ന സ്ഥലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ്. ആ ബ്ലൈൻഡ് സ്പോട്ട് നിരീക്ഷിക്കാനായി ഇന്ത്യയുടെ സൈന്യം ഉണ്ടാകില്ല എന്ന മുൻ ധാരണയോട് കൂടിയാണ് പാകിസ്ഥാന്റെ ആ മുജാഹിദീൻ ബറ്റാലിയൻ ലഷ്കർ എ തോയ്ബയുടെയും ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ആളുകളെ ആ ഭാഗത്തേക്ക് കടത്തിവിടുന്നത്. പ്രദീപൻ ടീമും മെയ് 28 രാത്രിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ മെയ് 27 അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായി. മെയ് 27 സൗത്ത് കാശ്മീരിൽ ഇന്ത്യൻ സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഹിസ്ബുൾ മുജാഹിദിന്റെ ലീഡർ സബ്സാർ അഹമ്മദ് ഭട്ട് കൊല്ലപ്പെട്ടു. സബ്സാർ അഹമ്മദ് ഭട്ട് കൊല്ലപ്പെട്ടതും കാശ്മീർ താഴ്വര ആകെ ഒന്ന് ഇളകി. ജനം തെരുവിലോട്ടിറങ്ങി.
സൈന്യത്തെയും പോലീസിനെയും ഭരണ അധികാരികളെയും കല്ലെറിയാനും വാഹനങ്ങൾ കത്തിക്കാനും തുടങ്ങി. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ആ സംഭവം ഉണ്ടായത്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ബേസ് ക്യാമ്പിൽ നിന്ന് ചാപ്പക് പോസ്റ്റിലേക്ക് വരേണ്ട ടീമിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായി. ഏതെങ്കിലും സൈനിക ഉദ്യോഗസ്ഥരെയോ സൈനിക വാഹനങ്ങളെയോ റോഡിൽ കണ്ടാൽ ആ നിമിഷം ആളുകൾ അതിനെ ആക്രമിക്കും. ആ സാഹചര്യത്തിലാണ് ബേസ് ക്യാമ്പിൽ നിന്ന് ചാപ്പക് പോസ്റ്റിലേക്കുള്ള 1.5 മണിക്കൂർ യാത്ര ഒരു ദുർഘടം പിടിച്ച സംഭവമായി മാറിയത്. പ്രദീപും കൂട്ടരും ആരുടെ ശ്രദ്ധയപ്പെടാതെ മെയ് 27-ന് ചാപ്പക് പോസ്റ്റിൽ എത്താമെന്നാണ് കരുതിയത്. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും അന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു പരുവത്തിൽ പ്രദീപും ടീമംഗങ്ങളും ചാപ്പക് പോസ്റ്റിലെത്തി. ചാപ്പക് പോസ്റ്റിൽ നിന്ന് ആ അസാൾട്ട് നടക്കേണ്ട ആ ബ്ലൈൻഡ് സ്പോട്ടിലേക്കുള്ള ടാസ്ക് ഫോഴ്സിന്റെ യാത്ര ശ്രദ്ധിക്കുന്ന നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. നമ്മുടെ ടാസ്ക് ഫോഴ്സ് മെമ്പേഴ്സ് ഒക്കെയും ഹൈലി ആംഡ് ആണ്. ഇസ്രായേൽ നിർമ്മിതമായ അസാൾട്ട് റൈഫിൾ ടാപ് 21 എല്ലാവരുടെ കൈവശമുണ്ട്. കോൾട്ട് M4A1 കാർബൈൻസ്, ഉസി സൈലൻസ്ഡ് സബ് മെഷീൻ ഗൺസ്, വെടിവെക്കുമ്പോൾ ശബ്ദം കേൾക്കാത്ത മെഷീൻ ഗണ്ണുകൾ, ജനറൽ പർപ്പസ് ആയിട്ടുള്ള കലാഷ്നിക്കോവ് മെഷീൻ ഗണ്ണുകൾ, AK-47, C-90 ഡിസ്പോസിബിൾ റോക്കറ്റ് ലോഞ്ചേഴ്സ്, 2 9mm പിസ്റ്റളുകൾ. ഇത്രയും കാര്യങ്ങൾ മിക്കവാറും എല്ലാവരുടെ കൈവശമുണ്ട്. ഇതിനൊപ്പം 6 ഗ്രനേഡുകളും 4 സെറ്റ് മാഗസിൻസ്, വെടിയുണ്ടകളുടെ വൻ ശേഖരം തന്നെ അവർക്കൊപ്പം ഉണ്ടെന്ന് അർത്ഥം. ആയുധങ്ങളോടൊപ്പം തന്നെ അവരുടെ ആ ആർമറും ഉണ്ട്. ഒരു ബുള്ളറ്റ് പ്രൂഫ് കവചം എല്ലാ ടാസ്ക് ഫോഴ്സ് അംഗങ്ങൾക്കും ഉണ്ട്. അവിടെ ബ്ലൈൻഡ് സ്പോട്ടിൽ കാത്തിരിക്കുന്ന ആദ്യത്തെ സ്ക്വാഡിനൊപ്പം ചേരാനായി ചാപ്പക് പോസ്റ്റിൽ നിന്ന് 2 ടീം താഴേക്ക് തിരിച്ചു. അതെ, അവർ താഴേക്കാ തിരിക്കുന്നത്. പൈൻ മരങ്ങളുടേതായ ഒരു വലിയ നിര തന്നെ താഴേക്കുണ്ട്. ആ ടീം താഴേക്ക് മൂവ് ചെയ്ത് തുടങ്ങിയ ആ സമയത്ത് തന്നെ മഴയും തുടങ്ങി. മഴയത്ത് ആ ടീം പൈൻ മരങ്ങളുടെ മറപറ്റി പതുക്കെ പതുക്കെ താഴെയുള്ള അവരുടെ ടീമിനടുത്തേക്ക് നീങ്ങുകയാണ്. താഴേക്ക് നീങ്ങുന്ന ടീമിനൊപ്പം പ്രദീപുമുണ്ട്. പ്രദീപിനൊപ്പമുള്ള ഹവിൽദാർ പ്രദീപിനോട് ചോദിച്ചു, സർ, ഇന്ന് രാത്രി അവരെ കണ്ടുമുട്ടാൻ പറ്റൂ? പ്രദീപിനൊപ്പമുള്ള ഹവിൽദാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എതിരാളികളായ ആ മുജാഹിദീൻ തീവ്രവാദികൾ എപ്പോ വരുമെന്ന് അറിയാതെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഇന്നെങ്കിലും അവരെ കിട്ടുമോ? കിട്ടിയാലുള്ള അവന്മാർക്കെതിരെ ഫയർ ചെയ്യണം. അത് മാത്രമാണ് ആ ഹവിൽദാറുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് ആ ഹവിൽദാർ അങ്ങനെ പ്രദീപിനോട് ചോദിച്ചത്. പ്രദീപ് ആ ഹവിൽദാറെ ഹീറോ എന്നാ വിളിക്കുക. പ്രദീപ് ഹവിൽദാറോട് പറഞ്ഞു, ഹീറോ, ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് അവന്മാരെ കിട്ടും. പ്രദീപും ഹീറോയും അവർക്കൊപ്പമുള്ള ബാക്കി ആളുകളും അവർ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോഴേക്കും മഴ ഏതാണ്ട് ശമിച്ചിട്ടുണ്ട്. ഇപ്പോ ചെറിയ ചാറ്റിൽ മാത്രമേ ഉള്ളൂ. ആ ചാറ്റിൽ മഴയത്ത് പ്രദീപിന് ഇപ്പൊ ഒരു കാര്യം കൂടി അറിയാം. അവിടെ നിന്ന് കൃത്യം 100 മീറ്റർ കഴിയുമ്പോൾ പാക് അതിർത്തിയാണ്, അല്ലെങ്കിൽ നിയന്ത്രണ രേഖയാണ്. പ്രദീപ് അവിടെ എത്തിയ ഉടൻ തന്നെ മെയ് 22 മുതൽ അവിടെ പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രദീപിന്റെ ടീമംഗങ്ങൾ പ്രദീപിനോട് റിപ്പോർട്ട് ചെയ്തു, സർ, മറുഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു അനക്കവും കണ്ടില്ല. മെയ് 22 മുതൽ അവിടെ തമ്പടിച്ചിരിക്കുന്ന ആ ടീം പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ നിന്ന് ഒരു തരത്തിലുള്ള അനക്കവും ഇതുവരെയും കണ്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ കാര്യം പ്രദീപിനോട് റിപ്പോർട്ട് ചെയ്ത ആ കമാൻഡറുടെ കയ്യിൽ HHTI എന്ന ഒരു ഇൻഫ്രാറെഡ് ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് രാത്രിയിൽ ഇമേജുകൾ കാണാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. മെയ് 27 വൈകുന്നേരമായിട്ടും നുഴഞ്ഞുകയറ്റത്തിൻ്റെതായ ഒരു തയ്യാറെടുപ്പും പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ നിന്ന് കാണാത്തത് കൊണ്ടാണ് കമാൻഡോ ആ കാര്യം പ്രദീപിനോട് പറഞ്ഞത്. പ്രദീപ് കമാൻഡോയോട് പറഞ്ഞു, നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ നിമിഷം മുതൽ പ്രദീപും കൂട്ടരും കൂടുതൽ അലർട്ടാകേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ അവിടെ ഒരു ചെറിയ ടീമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒരു വലിയ ടീമാണ്. ആ വലിയ ടീമിന്റെ സാന്നിധ്യം 100 മീറ്റർ മാത്രം അപ്പുറത്തുള്ള പാകിസ്ഥാൻ പോസ്റ്റിലെ ആരെങ്കിലും കണ്ടാൽ സ്വാഭാവികമായിട്ടും അവർക്ക് കഥ മനസ്സിലാകും. അവര് അവരുടെ പരിപാടി ഉപേക്ഷിക്കും. അവരുടെ ആരുടെയും ശ്രദ്ധയപ്പെടാതെ ആ ഭാഗത്ത് ഒളിച്ചു കഴിയുക എന്ന് പറഞ്ഞാൽ അത് ലേശ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ 27-ാം തീയതി രാത്രി ആവശ്യമായ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയ പ്രദീപും കൂട്ടരും 28-ന് നേരം വെളുത്തപ്പോൾ അവര് എവിടെയാണോ അവിടെ തന്നെ അങ്ങ് ഇരിക്കുകയാണ്. ഒരു തരത്തിലും ഒരു വിരല് പോലും അനക്കാതെ നിശബ്ദരായി അവരൊക്കെ ആ പാറയുടെ സൈഡുകളിലോ മരത്തിന്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കിടങ്ങിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിനിടയിലോ ഒക്കെ അങ്ങനെ കിടക്കുകയാണ്. കാടെന്ന് പറയാൻ പറ്റില്ല, കുറച്ചു കുറ്റിച്ചെടികളൊക്കെ വളർന്നു നിൽക്കുന്ന പ്ലേസാണ്. ഏകദേശം 15ഓളം ആളുകളുണ്ട്. അവരുടെ തലമുടി പോലും അനങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ അതാണ് ശരി. നിശബ്ദരായി ശ്വാസം പോലും അടക്കി പിടിച്ച്
ഏകദേശം 100 മീറ്റർ അപ്പുറത്തുള്ള പാകിസ്ഥാൻ പോസ്റ്റിലേക്ക് നോക്കിക്കൊണ്ട് അവരങ്ങ് കിടക്കുകയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ശൈലിയിലോ ഒരു അനക്കം ഉണ്ടായാൽ അവരവിടെ ഉണ്ടെന്നുള്ള കാര്യം മറുഭാഗത്ത് മനസ്സിലാകും. ആ ഒരു തോന്നൽ ഉണ്ടാക്കാതിരിക്കാനായി തികഞ്ഞ നിശബ്ദതയിൽ മരിച്ചു കിടക്കുന്ന പോലെ ആ ടീം അങ്ങനെ കിടക്കുകയാണ്. മെയ് 28 വൈകുന്നേരം സൂര്യ അസ്തമിച്ചു കഴിഞ്ഞ് അടുത്ത 2 മണിക്കൂർ നമ്മുടെ പ്രദീപിന്റെ ടീം നിശബ്ദരായി അതാത് സ്ഥലത്ത് കിടക്കുകയാണ്. ഏകദേശം ഒരു 8 മണിയായപ്പോൾ പ്രദീപ് അയാളുടെ ടീമിനെ പതുക്കെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു. ശബ്ദമുണ്ടാക്കാതെ ആ ടീം എഴുന്നേഞ്ഞാണ് പ്രദീപിന്റെ അടുത്തേക്ക് വരുന്നത്. അവിടെ വെച്ച് പ്രദീപ് ആ ടീമിനെ 3ആയി തിരിച്ചു. 2 ടീം ഗണ്ണുകൾ റെഡിയാക്കി താഴേക്ക് ലക്ഷ്യമിട്ടിരിക്കുക. ഒരു ടീം അല്പം സ്പ്രെഡായിട്ട് കുറച്ച് മാറി വശങ്ങളിൽ നിൽക്കുക. അവരെങ്ങനെ കാത്തു നിൽക്കുമ്പോൾ രാത്രി 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് അവരുടെ കൈവശമുള്ള ആ ഇൻഫ്രാറെഡ് ഡിവൈസിൽ ഒരു തെർമൽ ഇമേജ് ഇപ്പോൾ കാണാം. KDK നള്ള എന്ന് വിളിക്കപ്പെടുന്ന ആ ബ്ലൈൻഡ് സ്പോട്ടിലേക്ക് പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് ഒരാള് നടന്നു വരികയാണ്. അയാളുടെ ചുറ്റും ശരിക്കും തണുപ്പാണ്. ആ തണുപ്പത്ത് അയാളുടെ ശരീരത്തിൽ മാത്രമാണ് ചൂട് പുറത്തേക്ക് വരുന്നത്. ആ ചൂട് ഡിവൈസ് ഐഡന്റിഫൈ ചെയ്ത് അയാളുടെ രൂപം ആ ഡിവൈസിലൂടെ കാണിക്കുകയാണ്. ചുറ്റും തണുപ്പായിരിക്കുമ്പോൾ ചൂടുള്ള ഭാഗം മാത്രം ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഇൻഫ്രാറെഡ് ഡിവൈസ് വളരെ വ്യക്തമായിട്ട് തന്നെ ആ രൂപത്തെ കാണിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചാണ് ആ രൂപം മുന്നോട്ട് നീങ്ങുന്നത്. പ്രതീക്ഷിച്ചതുപോലെ KDK നള്ള എന്ന ആ ബ്ലൈൻഡ് സ്പോട്ടിന്റെ ഭാഗത്തേക്കാണ് ആ രൂപം നടക്കുന്നത്. ഇരുട്ടത്ത് ആ ഡിവൈസിലൂടെ ആ രൂപം ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണാം. ആ രൂപത്തിന് തൊട്ടുപുറകെ പെട്ടെന്ന് മറ്റൊരു രൂപം കൂടി എത്തി. അല്പസമയം കഴിഞ്ഞതും 3ാമതൊരു രൂപം എത്തി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ 4ാമത്തതും. ആ 4 രൂപങ്ങളും ആ KDK നള്ള എന്ന് പറയുന്ന റൂട്ടിലോട്ട് ഇങ്ങനെ വരികയാണ്. ആ 4 രൂപങ്ങളും KDK നള്ള റൂട്ടിലോട്ട് നടക്കുമ്പോൾ ആ 4 രൂപങ്ങൾക്കും ഏകദേശം ഒരു 200 മീറ്റർ പുറകിലായി 2 രൂപങ്ങൾ കൂടി കാണാം. ഈ 6 രൂപങ്ങളും ഇപ്പോ പ്രദീപിന്റെയും കൂട്ടരുടെയും കൈവശമുള്ള ആ ഡിവൈസുകളിൽ ദൃശ്യമാണ്. ആ കാഴ്ച കണ്ട പ്രദീപ് നിശബ്ദനായി അയാൾക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്ത അയാളുടെ ആ വിശ്വസ്തനായ ചാരനെ നമിച്ചു പോവുകയാണ്. പ്രദീപിന്റെ ആ ചാരൻ ഒരു 1.5 ചാരനാണ്. പ്രദീപിന് അയാൾ ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും കൃത്യമായിരുന്നു. ഇതും കൃത്യമാണ്. 28 രാത്രി അല്ലെങ്കിൽ 29 രാത്രി നുഴഞ്ഞുകയറ്റം ഉണ്ടാകുമെന്നാണ് അയാൾ പ്രദീപിനോട് സൂചിപ്പിച്ചത്. 28 രാത്രി 6 പേർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. പ്രദീപിന്റെ കൂടെയുള്ള ആ 2 അസാൾട്ട് ടീമും ലൈൻ ഓഫ് കൺട്രോളിന് നേരെ നടന്നു വരുന്ന ആ 6 ടീമിനെ തന്നെ നിരീക്ഷിക്കുകയാണ്. ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് അവർ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് വന്നാൽ മാത്രമേ അവരെ ആക്രമിക്കാൻ പ്രദീപിന്റെ ടീമിന് പറ്റൂ. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ നിന്ന് അവരിങ്ങനെ സാവധാനം അതിർത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രൻ ഇല്ലാത്ത ആ ഞായറാഴ്ചയിലെ രാത്രിയിൽ ആ 6 ടീമിലെ 4 പേർ നടന്ന് ലൈൻ ഓഫ് കൺട്രോളിന്റെ അടുത്തെത്തി. അവർ ഒരു നിമിഷം ചുറ്റും ഒന്ന് നോക്കിയിട്ട് സാവധാനം അതിർത്തി കടന്നു. ഇന്ത്യക്കുള്ളിലേക്ക് അല്പദൂരം നടന്ന ആ 4 ടീം ഒന്ന് നിന്നു. അത് ചുറ്റും ഒന്ന് വീക്ഷിക്കുകയാണ്. ഏറ്റവും നിർണായകമായ നിമിഷമാണത്. സാധാരണ അതുവരെ എത്തിയിട്ട് തിരിഞ്ഞു പോകുന്ന ഒരുപാട് ഭീകരന്മാരുണ്ട്. ഇന്ത്യക്കകത്തേക്ക് അവർ ഇനി വെക്കുന്ന ഓരോ കാൽവെപ്പും അവരുടെ ജീവൻ എടുക്കാൻ പര്യാപ്തമാണെന്ന് ആ ഭീകരന്മാർക്ക് നന്നായിട്ട് അറിയാം. ആ ധാരണ ഉള്ള ഭീകരന്മാർ ചിലപ്പോ അതിർത്തി കടന്നുടൻ തിരിഞ്ഞു ഓടാറുണ്ട്. അങ്ങനെ ഇപ്പോഴും സംഭവിക്കുമോ ആ ചോദ്യം പ്രദീപിന്റെയും കൂട്ടരുടെയും മനസ്സിലുമുണ്ട്. അവരങ്ങനെ നോക്കി നിൽക്കേ ആ 4 ടീം പിന്നെയും മുന്നോട്ട് നടന്നു. ആ 4 ടീം ഒന്നിച്ചല്ല നടക്കുന്നത്. ഓരോ വ്യക്തിയും തൊട്ടു മുന്നിലത്തെ ആളിൽ നിന്ന് ഏകദേശം 12 അടി പുറകിലാണ്. ഒരു കാരണവശാലും ഒറ്റ അറ്റാക്കിൽ 4 പേരും ഒരുമിച്ച് കൊല്ലപ്പെടാൻ പാടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം അവർക്കുള്ളത് കൊണ്ടാണ് അവർ ആ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. ആ 4 ടീം അകത്തേക്ക് കടന്ന് ഏതാണ്ട് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ തൊട്ടു പുറകെ മറ്റു 2 പേരും കൂടി അകത്തേക്ക് കടന്നു. ഇപ്പോ 6 പേരും ഇന്ത്യക്കുള്ളിലാണ്. ആ 6 ടീം 12 അടി വീതം വ്യത്യാസത്തിൽ ഇന്ത്യക്കുള്ളിലേക്ക് നടക്കുമ്പോൾ അവരുടെ തെർമൽ ഇമേജ് പ്രദീപിന്റെ കയ്യിലുള്ള ആ സ്ക്രീനിൽ കാണാം. അത് കണ്ടതും പ്രദീപ് ഒരു കമാൻഡോയ്ക്ക് നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം അപ്പോൾ തന്നെ നടപ്പിലാക്കപ്പെട്ടു. അയാളുടെ കയ്യിലുള്ള റേഡിയോയിലെ ഒരു സ്വിച്ചിലൊന്ന് അമർത്തി. ആ നിമിഷത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായി. വരിയായി നടന്നു വരികയായിരുന്ന ഒരു ഭീകരന്റെ തൊട്ടടുത്താണ് ബോംബ് പൊട്ടിയത്. ഞെട്ടിപ്പോയ ഭീകരന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അടുത്ത ബോംബ് പൊട്ടി.
2 സ്ഫോടനം. ആ സ്ഫോടനത്തിന്റെ ഫലമായി ഒരു പ്രകാശം അവിടെ ഉണ്ടാവുകയാണ്. ആ 6 ടീമിലെ ഒരാൾ ആ ബോംബ് സ്ഫോടനത്തിൽ താഴെ വീണു. ബാക്കി 5 പേരും ആ നിമിഷം തന്നെ 3 ടീമായി തിരിഞ്ഞ് ആ കാടിനകത്തേക്ക് ഓടി മാറി. കാടിനകം എന്ന് പറയുമ്പോൾ കുറ്റിച്ചെടികൾ ഇഷ്ടംപോലെ നിൽക്കുന്ന സ്ഥലമാണ്. അവരെ മറയ്ക്കാൻ പര്യാപ്തമായ ശൈലിയിൽ ചെടികൾക്ക് പൊക്കമുണ്ട്. ആ കാടിന്റെ ഇടയിലേക്കാണ് ആ 5 ടീം 3 സ്ഥലത്തായി ഓടിക്കേറിയത്. ഒന്നിച്ച് ഒരു സ്ഥലത്തേക്ക് ഓടിക്കേറരുതെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ സ്ഫോടനം ഉണ്ടാക്കിയ പ്രകാശത്തിൽ ഒരു കാഴ്ച കൂടി പ്രദീപ് കാണുന്നുണ്ട്. സ്ഫോടനത്തിൽ ആ കൂട്ടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. പരിക്കേറ്റ ആ ഭീകരനെ വേറൊരാള് വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. വീണ് കിടക്കുന്ന സഹപ്രവർത്തകന്റെ കോളർ പിടിച്ച് തറയെക്കുടി വലിക്കുന്ന ആ ഭീകരൻ മറു കയ്യിലുള്ള തോക്ക് ബോഡിക്ക് ചേർത്ത് പിടിച്ചിട്ട് അതിന്റെ ട്രിഗർ വലിച്ചു പിടിച്ചിരിക്കുകയാണ്. ആ ട്രിഗറിൽ വലിച്ചു പിടിച്ചുകൊണ്ട് അയാൾ തോക്ക് ആ ഇരുട്ടത്തേക്ക് ഇങ്ങനെ ചൂണ്ടുകയാണ്. തൽഫലമായി വെടിയുണ്ടെങ്കിൽ ഇങ്ങനെ ചീറിപ്പായുകയാണ്. ആരോ എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്നുള്ള തോന്നലിലാണ് ആ ഭീകരൻ അങ്ങനെ വെടിവെക്കുന്നത്. ഈ സമയത്തൊക്കെ പ്രദീപിന്റെ ടീം തികച്ചും നിശബ്ദരാണ്. അവർ ഒരു വെടിയുണ്ട പോലും ഉതിർത്തിട്ടില്ല. ഒരു കൈയിലെ അസാൾട്ട് റൈഫിൾ കൊണ്ട് തുടർച്ചയായി നിറയൊഴിക്കുന്ന ആ ഭീകരനെ ഇപ്പോ വ്യക്തമായിട്ട് പ്രദീപിനെ കാണാം. പ്രദീപ് തന്റെ കയ്യിലെ അസാൾട്ട് റൈഫിൾ ആ ഭീകരന് നേരെ എയിം ചെയ്തു. പ്രദീപ് ട്രിഗർ വലിച്ചു. ശരിക്കും പ്രദീപ് ഒരു അസാമാന്യനായ ഷാർപ്പ് ഷോട്ടാണ് തെളിയിച്ച നിമിഷമാണ്. ഒറ്റ ഷോട്ട് കൃത്യം ആ ഭീകരന്റെ നെറ്റി തന്നെ കൊണ്ടു. ആ വെടിയുണ്ട അവന്റെ നെറ്റിയിലേറ്റ് അവൻ പുറകോട്ട് തെറിച്ചു. ആ നിമിഷം അവൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. താഴെ തറയിൽ കിടക്കുന്ന മനുഷ്യനും അനങ്ങുന്നില്ല. അയാളും കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യത. പ്രദീപിന്റെ വെടിയുണ്ട രണ്ടാമത്തെ ഭീകരന്റെ നെറ്റി പിളർന്നപ്പോ കാട്ടിൽ പല ഭാഗത്തായി ഒളിച്ച ആ 4 ഭീകരന്മാരും തിരിച്ച് നിറയൊഴിക്കാൻ തുടങ്ങി. പ്രദീപിന്റെ ഭാഗത്തു നിന്നാണല്ലോ വെടിയുണ്ട ഉതിർന്നത്. ആ ഭാഗം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആ ഭീകരന്മാർ നിറയൊഴിച്ചു തുടങ്ങിയത്. പ്രദീപിന്റെ കൂടെയുള്ള ഹവിൽദാർ ഹീറോയും ഒളിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ആ ഭീകരന്മാർ നിറയൊഴിക്കുന്നത് കണ്ടതും പ്രദീപിന്റെ ടീം അംഗങ്ങൾ ആ ഭീകരർക്ക് നേരെ നിറയൊഴിച്ചു. 6 വ്യത്യസ്ത സ്പോട്ടുകളിൽ നിന്നുകൊണ്ട് 2 പേർ വീതം അടങ്ങിയ ടീമാണ് ഇപ്പോ ആ 4 ഭീകരന്മാരെ ലക്ഷ്യമിട്ട് നിറയൊഴിക്കുന്നത്. മെഷീൻ ഗണ്ണുകളുമായി ആ ചെടികൾക്കിടയിലേക്ക് മറഞ്ഞിരിക്കുന്ന ഭീകരന്മാർ ശരിക്കും ഒരു നല്ല പൊസിഷനിലാണ്. അവർ അവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് നേരെ വെടിതുർക്കുന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെയും പ്രദീപിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് തുടർച്ചയായി നിറയൊഴിച്ചു തുടങ്ങി. 2 ഭാഗത്തേക്കും വെടിയുണ്ടകളുടെ ഒരു മഴ തന്നെ ഉണ്ടാവുകയാണ്. പ്രദീപിന്റെ തൊട്ട് വലതു ഭാഗത്ത് ഹവിൽദാർ ഹീറോയാണ്. ഹീറോ ഇടതടവില്ലാതെ ആ കുറ്റിക്കാട്ടിലേക്ക് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടത് പ്രദീപ് ഹീറോയോട് പറഞ്ഞു, ഹീറോ ബാക്കിലോട്ട് മാറ്. പ്രദീപ് അങ്ങനെ പറയാൻ കാരണമുണ്ട്. പ്രദീപും ഹവിൽദാർ ഹീറോയും ഇപ്പോ വെടിയേൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ്. പ്രദീപ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു മരക്കുറ്റിയുടെ പുറകിൽ നിന്ന് തൊട്ടു പുറകിലുള്ള മരക്കുറ്റിയുടെ പുറകിലേക്ക് ചാടി. ഒരു മരക്കുറ്റിയിൽ നിന്ന് അടുത്ത മരക്കുറ്റിയിലേക്ക് ചാടുക എന്ന് പറയുമ്പോൾ ആ സമയത്ത് പ്രദീപ് വിസിബിൾ ആകുന്നു എന്നാണ്. ആ സമയത്ത് സ്വാഭാവികമായിട്ട് പ്രദീപ് ശരിക്കും ത്രട്ടിലാണ്. പക്ഷേ അതിവിദഗ്ധമായി ഒരു മരക്കുറ്റിയിൽ നിന്ന് മറ്റേ മരക്കുറ്റിയുടെ പുറകിലേക്ക് പ്രദീപ് ചാടി ഒളിക്കുമ്പോഴും ഹീറോ അവിടെ കിടന്നിടത്ത് നിന്ന് കിടക്കുകയാണ്. അയാൾ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. മരക്കുറ്റിയുടെ പുറകിലെത്തിയ പ്രദീപ് കാണുന്നത് ഹീറോ നിരന്തരം നിറയൊഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവനൊരു ആവേശം വന്നതുപോലെയാണ്. ആ കുറ്റിക്കാട്ടിലേക്ക് തന്നെ അങ്ങനെ നിറയൊഴിക്കുകയാണ്. ഹീറോയ്ക്ക് നേരെ നിറയൊഴിക്കുന്നത് AK-47 തോക്കുപയോഗിച്ചാണ്. ആ വെടിയുണ്ടകളുടെ ശബ്ദവും അതിന്റെ ആ ഷാർപ്പ്നെസ്സും അക്കാര്യം വിളിച്ചു പറയുന്നുണ്ട്. ഹീറോ നിൽക്കുന്ന മേഖലയെ ആക്രമിക്കാൻ അവർക്ക് പറ്റുന്ന സ്ഥലത്താണ് അവർ എത്തിയിരിക്കുന്നത്. അത് മനസ്സിലാക്കിയ പ്രദീപ് ആ മരക്കുറ്റിയുടെ ഭാഗത്തുനിന്ന് വീണ് കിടക്കുന്ന ഒരു മരത്തിന്റെ പിന്നിലേക്ക് അതിവേഗം മാറി. ഇപ്പൊ പ്രദീപിന് ആ ഭീകരന്മാരെ നേരിടാൻ പറ്റുന്ന ഒരു പൊസിഷൻ കിട്ടിയിരിക്കുകയാണ്. പ്രദീപ് ആ വീണ് കിടക്കുന്ന മരത്തിന്റെ പുറകിൽ ഉറച്ചിരുന്നു കൊണ്ട് തന്റെ കയ്യിലെ ആ അസാൾട്ട് റൈഫിൾ കാടിന് നേരെ ഒന്ന് ചൂണ്ടിപ്പിടിച്ചു. കാടിനുള്ളിൽ നിന്ന് വെടി ഉതിർക്കപ്പെടുന്നു എന്ന് പ്രദീപിന് തോന്നിയ ആ സ്പോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രദീപ് ആ റൈഫിളിന്റെ ട്രിഗർ അമർത്തുന്നത്. ആ റൈഫിളിലെ മാഗസീനിലെ മുഴുവൻ വെടിയുണ്ടകളും തീരുന്നവരെ പ്രദീപ് ട്രിഗർ വലിച്ചു പിടിക്കുകയായിരുന്നു. ആ അമ്യൂണിഷൻ തീർന്നപ്പോ ആ കാട്ടിൽ പ്രദീപ് വെടിവെച്ചുകൊണ്ടിരുന്ന ഭാഗത്ത് ഒരു അനക്കവുമില്ല. അവിടെ ഉണ്ടായിരുന്ന ആ ഭീകരന് വെടിയേറ്റ് കാണുമെന്ന് 100% ഉറപ്പ്. പക്ഷെ പ്രദീപിനെയും കൂട്ടരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഭാഗം മാത്രമല്ല നിശബ്ദമായത്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ആക്രമിച്ചിരുന്ന ഭീകരർ 4 പേരും വെടിയുതിർക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. 4 പേരും കൊല്ലപ്പെട്ടു. അങ്ങനെ ഒരു ചോദ്യം പ്രദീപിന്റെയും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഒരു ശബ്ദവും കേൾക്കാനില്ല. പൂർണ്ണ ഇരുട്ടാണ്. ആ 4 ടീം
കാട്ടിനകത്ത് ചെടികൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നതുകൊണ്ട് തെർമൽ ഇമേജുകളും ക്ലിയറായി കിട്ടുന്നില്ല. ഭീകരന്മാർ കൊല്ലപ്പെട്ടോ ഇല്ലയെന്ന് അറിയാനും വയ്യ. പ്രദീപും കൂട്ടരും നിശബ്ദരായി അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നാണ് എന്തോ ചലിക്കും പോലെ അവർക്ക് തോന്നിയത്. ചലിക്കുന്നെന്ന് തോന്നിയതും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ ടീമംഗങ്ങൾ ആ ഭാഗത്തേക്ക് നിറയൊഴിച്ചു. തുരുതുര ആ ഭാഗത്തേക്ക് വീണ്ടും വെടിവെപ്പ് ഉണ്ടായതും മറുഭാഗത്തുനിന്ന് അതിന് മറുപടി ഉണ്ടായി. അവന്മാരും തിരിച്ചു വെടിവെച്ചു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും വെടിവെപ്പ് നിന്നു. അവന്മാർ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വെടിവെക്കുന്നുള്ളൂ. അതിന്റെ അർത്ഥം അവന്മാരുടെ കൈവശമുള്ള വെടിയുണ്ടകൾ പരിമിതമാണെന്നാണ്. വളരെ കുറച്ച് വെടിയുണ്ടകളെ ഇപ്പോൾ അവന്മാരുടെ കൈവശമുള്ളൂ. അതുകൊണ്ട് പരമാവധി വെടിയുണ്ട ചുരുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവർ ഒരു തവണ വെടിയുതിർത്താലും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അങ്ങോട്ട് വെടിവെക്കും. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ കൈവശമുള്ള വെടിക്കോപ്പുകൾ തീർക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ്. വളരെ ഇന്റലിജന്റ് ആയുള്ള ഒരു ശ്രമമാണ് അവർ ചെയ്യുന്നത്. അവർ ഒരു സ്പോട്ടിൽ നിന്ന് വേറെ സ്പോട്ടിലേക്ക് മാറുന്നുണ്ട്. ഒരു വെടി ഉതിർത്തിട്ട് അവർ സ്പോട്ട് മാറുകയാണ്. ഈ ഗെയിം കുറെ നേരം തുടർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ വെടിവെപ്പ് അങ്ങനെ തുടരുന്നിടയിൽ പ്രദീപ് ഒരു കാര്യം ശ്രദ്ധിച്ചു. സാധാരണഗതിയിൽ AK-47 നിന്ന് വെടിയുണ്ടെങ്കിൽ പാഞ്ഞു വരുന്ന ശൈലിയിലല്ല അവന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അവന്മാരുടെ തോക്കിൽ എന്തോ മോഡിഫിക്കേഷൻ വരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെടിയുണ്ടകൾ സ്ട്രെയിറ്റ് ആയിട്ടല്ല വരുന്നത്. കൂടുതൽ ഏരിയ കവർ ചെയ്യത്തക്ക ശൈലിയിൽ ആ തോക്കിൽ എന്തോ മോഡിഫിക്കേഷൻ വരുത്തിയിരിക്കുകയാണ്. ഗണ്ണ് ചരിക്കുന്ന അനുസരിച്ചും അല്ലാതെയൊക്കെ വെടിയുണ്ട ഒത്തിരി ഏരിയ കവർ ചെയ്യുകയാണ്. ഒത്തിരി ഏരിയ തങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഭീകരന്മാർ സാവധാനം വെടിയുതിർത്തുകൊണ്ട് തന്നെ പുറകോട്ട് നീങ്ങി തുടങ്ങിയാണ്. ആ കുറ്റിച്ചെടികൾക്കിടയിലൂടെ, മലകൾക്കിടയിലൂടെ, പാറകൾക്കിടയിലൂടെ പതുക്കെ പതുക്കെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാനാണ് അവന്മാരുടെ പരിപാടി. ഗ്രൗണ്ടിൽ ഇറങ്ങി പുറകോട്ട് 100 മീറ്റർ ഓടിയാൽ ലൈൻ ഓഫ് കൺട്രോൾ ആയി. പാകിസ്ഥാൻ അതിർത്തിയാവും. പാകിസ്ഥാൻ അതിർത്തിക്കകത്തേക്ക് കടന്നാൽ അവർ രക്ഷപ്പെട്ടു. അക്കാര്യം അവന്മാർക്ക് അറിയാം. AK-47 നിന്ന് വെടിയുണ്ടകൾ പായിച്ചുകൊണ്ട് പുറകോട്ട് ഇറങ്ങുന്ന അവന്മാരെ കണ്ടതും നമ്മുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അവർ ഒളിച്ചിരുന്ന ഇടങ്ങളിൽ നിന്ന് മുന്നോട്ടേക്ക് ചാടി. അവന്മാർ മലയുടെ മുകളിൽ നിന്ന് വെടിയുതിർത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങുകയാണ്. 2 പേർ വീതമുള്ള ആ 6 ടീമുകൾ മലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരേ സമയത്ത് താഴേക്ക് പാഞ്ഞു വന്നതും അവർക്കൊപ്പം വെടിയുണ്ടകളുടെ ഒരു ശരവർഷം തന്നെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഭീകരന്മാർക്ക് നേരെ ഉണ്ടായി. ആ വെടിയുണ്ടകളുടെ മഴയിൽ 2 പേർ താഴെ വീണു. ഇനി ബാലൻസ് ഉള്ളത് 2 പേരാണ്. അവന്മാർ വെടിയുതിർത്തുകൊണ്ട് പുറകോട്ട് ഓടുകയാണ്. ഇരുട്ടത്ത് അവർ അതിവേഗം പുറകോട്ട് നീങ്ങുകയാണ്. ഇനി വെറും 50 മീറ്റർ കൂടി ഓടിയാൽ അവർ പാകിസ്ഥാൻ അതിർത്തിയിലെത്തും. അത് മനസ്സിലാക്കിയ പ്രദീപ് ഉടൻ തന്നെ കമാൻഡോസിന് നിർദ്ദേശം കൊടുത്തു. ഒരു കാരണവശാലും അവന്മാരെ ലൈൻ കടക്കാൻ അനുവദിക്കരുത്, കൊല്ലവരെ. ഒരു കാരണവശാലും അവന്മാരെ അതിർത്തി കടക്കാൻ അനുവദിക്കരുതെന്നുള്ള പ്രദീപിന്റെ നിർദ്ദേശം കിട്ടിയതും കമാൻഡോസ് വർദ്ധിത വിരത്തോടുകൂടി തിരിഞ്ഞോടുന്ന ആ ഭീകരന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് നിറയൊഴിച്ചു തുടങ്ങി. ശരിക്കും ഓട്ടിച്ചിട്ട് വെടിവെക്കുമ്പോഴുള്ള രംഗം. ആ 2 ഭീകരരും അവരെ കൈവശമുള്ള തോക്കുകളിൽ നിന്ന് ഓടി വരുന്ന ഇന്ത്യൻ ഭടന്മാർക്ക് നേരെ നിറയൊഴിച്ചുകൊണ്ടാണ് പിന്മാറുന്നത്. അവരുടെ വെടിയുണ്ടകളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് തന്നെ അവർക്ക് നിറയൊഴിച്ചുകൊണ്ട് ഇന്ത്യൻ ടീം ഒളിവിടങ്ങളിൽ നിന്നിറങ്ങി ആ വെടിയുണ്ടകളുടെ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് വെടിവെച്ചുകൊണ്ടാണ് ഓടി വരുന്നത്. കൃത്യം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയപ്പോൾ പാകിസ്ഥാൻ ഭീകരന്മാരുടെ ഭാഗത്ത് നിന്ന് വെടിയുണ്ടകൾ വരുന്നില്ല. പൂർണ്ണ നിശബ്ദതയാണ് ഇപ്പോൾ. ആ ഭാഗത്തുനിന്ന് വെടിയുണ്ട വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുമുണ്ട്. ചിലപ്പോ അവന്മാർ ചതിയൊരുക്കി കാത്തിരിക്കാവും, ചിലപ്പോ അവർ കൊല്ലപ്പെട്ട് കാണും. എന്തായാലും അങ്ങോട്ട് പോയി നോക്കുന്നത് നല്ല പരിപാടിയല്ല. ചതിയൊരുക്കി കാത്തിരിക്കുകയാണെങ്കിൽ ആ കെണിയിൽ ഇന്ത്യയുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ചെന്ന് വീഴാതിരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം പ്രദീപിനാണ്. പ്രദീപ് അയാളുടെ ടീമംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു. ജസ്റ്റ് വെയിറ്റ്, സൂര്യ ഉദിച്ചിട്ട് നമുക്ക് ഇനി മുന്നോട്ട് നീങ്ങിയാൽ മതി. പ്രദീപൻ ടീമും അവരവർ നിൽക്കുന്ന ഭാഗത്ത് തന്നെ സുരക്ഷിതമായി മരങ്ങളുടെയും മരക്കുറ്റികളുടെയും പാറകളുടെയും മറപറ്റി അങ്ങനെ കാത്തിരിക്കുകയാണ്. ഗണ്ണുകൾ ലൈൻ ഓഫ് കൺട്രോളിന് നേരെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് അവരിയ്ക്കുന്നത്. ആ രാത്രിയിൽ ഒരു പോള കണ്ണടയ്ക്കാതെ ആ ടീം ഒന്നടങ്കം ആ അതിർത്തിയിലേക്ക് അങ്ങനെ തോക്ക് ചൂണ്ടി നിൽക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു. സൂര്യപ്രകാശം വീണു തുടങ്ങിയപ്പോൾ തന്നെ പ്രദീപൻ ടീമും ആ ഭാഗം ഒന്ന് അരിച്ചു പറക്കി. 6 ഭീകരന്മാരുടെ ഡെഡ് ബോഡി പല ഭാഗത്തുനിന്നായി കിട്ടി. ഒത്തിരിയേറെ ആയുധങ്ങളുമുണ്ട്. AK-47 പിസ്റ്റളുകളും ഗ്രനേഡുകളൊക്കെ അവരെ ഉണ്ട്. 6 ഭീകരരും കൊല്ലപ്പെട്ടെന്ന് ഉറപ്പായതും പ്രദീപൻ ടീമും ആ ഭാഗം ഒന്നുകൂടി സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ഇവരെ കൂടാതെ ആരെങ്കിലും നുഴഞ്ഞു കയറിയിരുന്നു എന്ന് അറിയുക എന്നുള്ളതും അവരുടെ ലക്ഷ്യമാണ്. വിശദമായ ഒരു പരിശോധനയിൽ മറ്റു ഭീകരർ ആരും ഇല്ലാന്ന് മനസ്സിലായതും പ്രദീപ് കേണലിന് റിപ്പോർട്ട് ചെയ്തു. സർ, മിഷൻ കംപ്ലീറ്റഡ്. 6 ഭീകരരെയും വധിച്ചു. 4 ആഴ്ചത്തെ നിരന്തരമായ പ്ലാനിംഗ് നടപ്പിലാക്കാനായി അവരെടുത്തത് വെറും 45 മിനിറ്റാണ്.
45 മിനിറ്റ് കൊണ്ട് ആ ഭീകരന്മാർ 6 കൊല്ലപ്പെട്ടു. രാത്രി 10:30 ആദ്യത്തെ ബോംബ് സ്ഫോടനം ഉണ്ടായത്. 11:15 അവസാനത്തെ വെടിയുണ്ട വർഷിക്കപ്പെട്ടത്. വെറും 45 മിനിറ്റ്സ് അതേ ആ 6 ഭീകരരെ ഇല്ലാതാക്കാനായി പ്രദീപൻ ടീം എടുത്തോളൂ. ബേസ് ക്യാമ്പിലേക്ക് പ്രദീപൻ ടീമും മടങ്ങിയെത്തുമ്പോൾ അവർക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. മറ്റ് സൈനികരെ പോലെ അല്ല ക്യാപ്റ്റൻ പ്രദീപ്. പ്രദീപ് ഒരു IRS ഉദ്യോഗസ്ഥനാണ്. IRS ഉദ്യോഗസ്ഥനായ പ്രദീപ് ക്യാപ്റ്റനായി നിന്നുകൊണ്ട് ഒരു ആർമിയെ നയിച്ച് 6 ഭീകരരെ ഇതാ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പല മേഖലയിലും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രാഷ്ട്രപതിയുടെ ശൗര്യചക്രയ്ക്ക് പ്രദീപ് സെലക്ട് ചെയ്യപ്പെട്ടു. 2018 ഏപ്രിൽ 23 രാഷ്ട്രപതി ഭവനിൽ നടത്തിയ ചടങ്ങിൽ വെച്ച് രാംനാഥ് കോവിന്ദ് ശൗര്യചക്ര പ്രദീപിന് സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവന്റെ കമ്മ്യൂണിക്കയിലും രാഷ്ട്രപതിയുടെ അന്നത്തെ പ്രസംഗത്തിലൊക്കെ പ്രദീപിന്റെ പേര് പ്രത്യേക എടുത്തു പറയുകയുണ്ടായി. സൈനിക നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ സൈനിക നടപടികളിൽ പങ്കെടുക്കുന്നത് അസാധാരണമൊന്നുമല്ല, അതൊരു സാധാരണ സംഭവമാണ്. പക്ഷെ ഇവിടെ പ്രദീപ് ഒരു റവന്യൂ ഉദ്യോഗസ്ഥനാണ്. ആ റവന്യൂ ഉദ്യോഗസ്ഥനായ പ്രദീപ് ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമായപ്പോൾ സൈന്യത്തോട് തോന്നിയ താല്പര്യം കൊണ്ട് മാത്രമാണ് അവരുടെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് അവരുടെ ഭാഗമായി മാറിയത്. പ്രദീപിന്റെ താല്പര്യവും അർപ്പണബോധവും ബോധ്യപ്പെട്ട സൈനിക നേതൃത്വം പ്രദീപിനെ ക്യാപ്റ്റനായി അവരോധിക്കുകയും ആ ടാസ്കിന്റെ ചുമതല തന്നെ കൊടുക്കുകയുമായിരുന്നു. ആ ടാസ്ക് വളരെ ഭംഗിയായി വളരെ ഇന്റലിജന്റായി പൂർത്തീകരിച്ച പ്രദീപ് സ്വാഭാവികമായിട്ടും IRSന് ഒരു വല്ലാത്ത ക്രെഡിറ്റ് ഉണ്ടാക്കി കൊടുത്തത്. അവർക്ക് ശരിക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് പ്രദീപ് അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ പ്രദീപ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആണ്. സൈന്യത്തിലെ ബ്രിഗേഡിയറുടെ തസ്തികയ്ക്ക് തുല്യമായ തസ്തിക. ആ തസ്തികയിലുള്ള പ്രദീപാണ് സൈന്യത്തോടൊപ്പം മുന്നണിയിൽ പോരാടാനായി ഇറങ്ങി തിരിച്ചത്. ഇതുപോലുള്ള സംഭവങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്കുമൊക്കെ ആവേശമുണ്ടാക്കുന്ന ഒന്നാണ്. സ്വന്തം കഴിവും ബുദ്ധിയും രാഷ്ട്രത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി കൂടി മാറ്റി ഉപയോഗിക്കാൻ എല്ലാവർക്കും ഇഷ്ടം പോലെ അവസരമുണ്ടെന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഞാൻ ഈ ടെറിട്ടോറിയൽ ആർമിയുടെ കഥ നിങ്ങളോട് പറഞ്ഞത്. പ്രദീപ് നമ്മളെയൊക്കെ തികച്ചും ആവേശഭരിതരാക്കേണ്ടതാണ്. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.